ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉദയംപേരൂർ പള്ളി അൽമായ മുന്നേറ്റക്കാരുടെ സെറ്റപ്പ് ഭയങ്കരം, ഗംഭീരം. ഇന്നലെ ഞായറാഴ്ച 2025 ജൂലൈ 13 ഞായറാഴ്ച ഉദയംപേരൂർ പള്ളിയിൽ, ചരിത്രപ്രസിദ്ധമായ ഉദയംപേരൂർ പള്ളിയിൽ, അവിടെ എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയാണ് നടക്കുന്നത്. അവിടെ അൽമായ മുന്നേറ്റക്കാര് ഒരു കാര്യം ചെയ്തു. ഇന്നലെ എന്താ ചെയ്യുന്ന കാര്യം ഞാൻ അവതരിപ്പിക്കാൻ പോകുകയാണ്. എന്തിനാ ചെയ്തതെന്ന് ഞാൻ ആദ്യം പറയട്ടെ. എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ, 8 പള്ളികളിൽ എന്തിനാണ് അൽമായ മുന്നേറ്റക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞ പല പ്രാവശ്യം ഈ കൽദായ കുർബാന എന്നും പൃഷ്ഠകുർബാന എന്നും ഭിത്തി കുർബാന എന്നും പുറംതെറിഞ്ഞ കുർബാന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ കുർബാന ചൊല്ലാമെന്ന് എല്ലാവരും ചൊല്ലിയിട്ടില്ല. അത് പാടെ പൊളിഞ്ഞു പോയതാണ്. എങ്കിലും ചൊല്ലാമെന്ന് ഒരു വാക്ക് കൊടുത്തു. വാക്ക് കൊടുത്തിട്ട് വാക്ക് പിൻവാങ്ങലാണ് ഇവരുടെ രീതി. വാക്ക് കൊടുത്തു. അപ്പോൾ ഈ അണികൾ ചോദിക്കാൻ തുടങ്ങി, നമ്മൾ എന്തുകൊണ്ട് വാക്ക് കൊടുത്തു? മുന്നേറ്റക്കാരുടെ നേതാവിനോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മുന്നേറ്റക്കാരുടെ നേതാവ് ഷൈജു ഉണ്ടല്ലോ, നേതാവ് ജാളിത മറയ്ക്കാൻ വേണ്ടി ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു വിടുകയാണ്. ആ മെത്രാൻ ഇവിടെ കേട്ടില്ല, ഈ മെത്രാനെ കേട്ടില്ല, മറ്റേ മെത്രാൻ ഇവിടെ കേട്ടില്ല. അതെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഒരു അടവില്ലേ, അതാണ്. അത് തന്നെയാണ് ഈ ഏകീകൃത പള്ളി, കുർബാന പള്ളി നടക്കുന്ന പള്ളികളിലും പ്രശ്നമുണ്ടാക്കാനും പറഞ്ഞിരിക്കുക. എന്തിനാ? ജാളിത മറയ്ക്കാൻ. ഇവര് കൽദായ കുർബാന, കൽദായ വൽക്കരണം എന്ന് പറഞ്ഞ കുർബാന ചൊല്ലാമെന്ന് വാക്ക് കൊടുത്തു. ചൊല്ലല് പല സ്ഥലത്തും ചൊല്ലുന്നില്ല. പിന്നെ വികാരിച്ചമാരല്ല ചൊല്ലുന്നത്, സന്യാസ വൈദികർ കൊണ്ടുവന്നൊക്കെയാണ് ചൊല്ലുന്നത്. അതായത് ഈ സമവായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവർ അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമവായം പൊട്ടിപ്പൊളിഞ്ഞു. ഇവർ പറഞ്ഞിരിക്കുന്ന സമാധാനം സംജാതമായി എന്നൊക്കെ പറയുന്നത് പക്ക നുണയാണ്. അത് പോട്ടെ. പക്ഷേ ഇവരെന്തുകൊണ്ട് കൽദായവൽക്കരണം, കൽദായ കുർബാന, പൃഷ്ഠകുർബാന, പുറംതിരിഞ്ഞ കുർബാന, ഭിത്തി കുർബാന എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച കുർബാന ചൊല്ലാനായിട്ട് അനുവദിച്ചത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ സമ്മതിച്ചത് എന്തുകൊണ്ട്? അത് അണികൾ ചോദിക്കാൻ തുടങ്ങി. ആ ജാളിത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ജനത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികൾ പോയി പ്രശ്നമുണ്ടാക്കാൻ ഷൈജു കൽപ്പിച്ചിരിക്കുന്നത്. അത് കേൾക്കാനായിട്ട് കുറച്ച് ആളുകളുണ്ട്. ഞാൻ ഷൈജുവിനെ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഈ തെമ്മാടികളായ കുറെ പേരെ തീറ്റ കൊടുത്ത് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നുണ്ടല്ലോ ഈ കൊട്ടേഷൻ സംഘങ്ങളെ. ആ കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തുന്നത് ഗംഭീരം തന്നെ. ഷൈജുവിന്റെ കൊട്ടേഷൻ സംഘം വളരെ ഗംഭീരായിരിക്കുന്നു. BJP-ക്കാർക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കോ ഇനി കോൺഗ്രസിനോ കൊട്ടേഷൻ സംഘം വേണമെങ്കിൽ ഷൈജുവിനെ സമീപിച്ചാൽ മതി. നല്ല കൊട്ടേഷൻ സംഘമാണ്. ഈ കൊട്ടേഷൻ സംഘം വരുന്ന പോലെ തന്നെയായിരുന്നു ഉദയംപേരൂർ പള്ളിയിൽ ഇവർ വന്നത്. രാവിലെ ഒരു 6 മണിയായപ്പോൾ കുറെ പേര് അങ്ങ് വന്നു. അതില് അൽമായ മുന്നേറ്റക്കാരുടെ ഗുണ്ടകള്, പിന്നെ അവരുടെ പെണ്ണുങ്ങള്. ഈ പെണ്ണുങ്ങളാണ് കൂടുതൽ. അത് ഇവരുടെ ഒരു അടവാണ്. ഈ അൽമായ മുന്നേറ്റക്കാരുടെ ഒരു അടവാണ്. പെണ്ണുങ്ങളെ മുമ്പിൽ നിർത്താം. അവരെങ്ങനെ ഒരു ബന്ദി അല്ലെങ്കിൽ നിർത്തിയിട്ടാണ് ഇവരുടെ സമരങ്ങള്. പെണ്ണുങ്ങളെ കൊണ്ടുവരാം. ഈ ആണുങ്ങളാണ് സമരത്തിന് കൂടുതൽ ഉണ്ടാവുമെങ്കിൽ പെണ്ണുങ്ങളെ സമീപിക്കുന്ന ഒരു പ്രയാസമുണ്ട്. ഇനി എങ്ങാനും തൊട്ടോ പിടിച്ചതൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാം. ഹണി ട്രാപ്പിന് വകുപ്പുണ്ട്. ഇതേക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു ബേസിക് രീതി അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് കൊട്ടേഷൻ സംഘമാണ്. മുന്നേറ്റ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ പോരാ. ചെല്ലും ചെലവും കൊടുത്തിട്ട് ഷൈജു വളർത്ത കൊട്ടേഷൻ സംഘങ്ങൾ. ആ കൊട്ടേഷൻ സംഘം ഈ ഉദയംപേരൂർ പള്ളിയിൽ 6 മണിക്ക് വന്നു. അതൊക്കെ ഈ ബംഗാളികൾ ജോലിക്ക് പോകുന്ന പോലെയാണ്. വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവരുന്ന പോലെ കൃത്യം കൊണ്ടുവന്നു. എന്നിട്ട് എന്താണ് സെറ്റപ്പ് പരിപാടികളെ. വേറൊരു വണ്ടി വന്നു, അതിനകത്ത് കാപ്പി, ചായ, പാല്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് തെറി പറയാനായിട്ട് ആരോഗ്യം വേണ്ടേ, ശക്തി വേണ്ടേ, കരുത്ത് വേണ്ടേ? അങ്ങനെ കാപ്പി കുടിക്കേണ്ടത് കാപ്പി കുടിച്ചു, ചായ കുടിച്ചു, പിന്നെ പാല് വേണ്ടത് ചില പാലേ കുടിക്കുള്ളൂ, പാല് കുടിച്ചു. പിന്നെ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് സംഗതികളൊക്കെ കഴിച്ചു. അതൊക്കെ സെറ്റപ്പായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. സൂപ്പർ സെറ്റപ്പാണ്. അതൊക്കെ സമ്മതിച്ചേ പറ്റൂ. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ, കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടുവരാൻ അത് തൃപ്പൂണിത്തുറക്കാരന് ഗംഭീരമായിട്ട് സാധിച്ചിരിക്കുന്നു. ഞാൻ തൃപ്പൂണിത്തുറക്കാരനെ ശരിക്കും അഭിനന്ദിക്കുക. ഇത്രയും വലിയൊരു കൊട്ടേഷൻ സംഘത്തെ എറണാകുളത്ത് പോറ്റി വളർത്തുന്നത് ഗംഭീരം തന്നെ. എന്നിട്ട് 6:30-ക്കാണ് പള്ളിയിൽ കുർബാന. അച്ഛൻ ഏകീകൃത കുർബാനയാണെന്ന് പറഞ്ഞല്ലോ. അവിടെ കുർബാന തുടങ്ങി. കുർബാന നടക്കുന്ന നേരം മുഴുവൻ പള്ളിയുടെ പുറത്ത് നിന്നിട്ട് ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളും അവരുടെ പെണ്ണുങ്ങളും അസഭ്യമെന്ന് പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന തെറി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേട്ടാൽ അറയ്ക്കുന്ന തെറിയും അസഭ്യവാക്കുകളും ഇങ്ങനെ ബഹളം വയ്ക്കുകയാണ്. പള്ളിയകത്ത് നിൽക്കുന്ന അവർക്ക് ശല്യമായി തുടങ്ങി ഇവരുടെ ബഹളം കാരണം. കുർബാനയിൽ നേരെ സംബന്ധിക്കാൻ പറ്റുന്നില്ല. സാധാരണ പ്രതികരിക്കാത്ത മനുഷ്യർ പോലും അന്ന് ഇന്നലെ പ്രതികരിച്ചു. അതായത് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ ഈ സാധാരണ ജസ്റ്റ് കുർബാന കണ്ടു പോകുന്ന ആൾക്കാർ കുറെ പേരുണ്ട്.
അവർ സമരത്തിൽ നിന്നും വരുന്നവരല്ല. അവർക്ക് കുർബാന സംബന്ധിക്കണം, കർത്താവിനെ സ്വീകരിക്കണം, കർത്താവിനെ സ്നേഹിക്കണം. പക്ഷെ കർത്താവിന് ഒരു അപകടം വന്നാൽ രക്ഷിക്കാനൊന്നും അവർ നിൽക്കാൻ തയ്യാറല്ല. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും വീരോചിതമായി വിശ്വാസം ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ. ഏതായാലും അവർ പോലും നേതാക്കന്മാരോട് പറഞ്ഞു, ഇവരിങ്ങനെ വിട്ടുകൂടാ. ഈ പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് ഈ കർത്താവിന്റെ എതിരാളികളോ സഭയുടെ എതിരാളികളോ ശത്രുക്കളോ പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അകത്ത് ഒരു പരിശുദ്ധമായ കർമ്മം നടക്കുന്നു, പവിത്രമായ ഒരു കർമ്മം നടക്കുന്നു. അത് ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലേ? കുർബാനയ്ക്ക് മുൻപോ കുർബാനയ്ക്ക് ശേഷമോ ഇവർ ബഹളം വെച്ചിരുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. കുർബാന നടക്കുന്ന നേരം മുഴുവൻ ഇവർ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ആരെങ്കിലും ശല്യപ്പെടുത്തുമോ? ആരെങ്കിലും ചെയ്യുമോ? അതുകൊണ്ട് ഇവർ വെറുതെ വിട്ടുകൂടാ എന്ന് സാധാരണ ഈ സമരത്തിൽ നിന്നും പോകാത്ത ആളുകൾ പോലും നേതാക്കന്മാരോട് പറഞ്ഞു. ഇത്രയും വൃത്തികെട്ട പെണ്ണുങ്ങള് ലോകത്തുണ്ടാവുമോ? ഇത്രയും വൃത്തികെട്ടവര്? ഒരു സാമാന്യ ബോധം ഉണ്ടാവില്ലേ? അകത്ത് പള്ളിയകത്ത് പരിശുദ്ധ കുർബാനയല്ലേ നടക്കുന്നത്? ആ സമയത്ത് ബഹളം വെക്കരുതെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? കുർബാനയ്ക്ക് മുമ്പോ കുർബാനയ്ക്ക് ശേഷമോ അവർ ബഹളം വെക്കട്ടെ, അത് നമുക്ക് മനസ്സിലാക്കാം. എതിർപ്പുകളാണ്. ഇത് കുർബാന നടക്കുന്ന സമയത്ത് മുഴുവൻ അസഭ്യവാക്കുകൾ, തെറിവാക്കുകൾ, കേട്ടാൽ അറയ്ക്കുന്ന പച്ച തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടാവും, ചിലപ്പം അറിഞ്ഞുകൂടാ. ഏതായാലും ജനങ്ങളെല്ലാവരും കൂടി ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കുർബാന കഴിഞ്ഞ പാടെ ഈ പള്ളിയിൽ വന്ന എല്ലാവരും കൂടി ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അതിന്റെ ഫോട്ടോഗ്രാഫ്സും വീഡിയോസൊക്കെ പൊതുമണ്ഡലത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ഇത് ഈ ഇടവകയിൽ നിന്നുള്ള ഒരു വൈദികന്റെ 2 സഹോദരന്മാരുടെ നേതൃത്വത്തിലോ മറ്റോ ആണ് ഈ കോപ്രായങ്ങൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെങ്ങനെ പിരികേറ്റി വിടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, തൃപ്പൂണിത്തറക്കാരുണ്ട് താനും. ഇങ്ങനെ കുറെ ആഹ്വാനങ്ങൾ കൊടുത്ത് വിടുന്നു, കൊട്ടേൽ സംഘത്തെ വിടുന്നു. വാസ്തവത്തിൽ എന്താണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ ഏകീകൃത കുർബാന ഒരു കാരണവശാലും നടപ്പാക്കില്ലെന്ന് വീമ്പിളക്കിയ തൃപ്പൂണിത്തറക്കാരന് ഇപ്പോ അണികളിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണ്. താൻ എന്ത് കോപ്പ് കണ്ടിട്ടാ ഈ സമവായത്തിനെ സംബന്ധിച്ചത്, ഏകീകൃത കുർബാനയ്ക്ക് സംബന്ധിച്ചത്? അദ്ദേഹം തന്നെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഏകീകൃതമോ ജനാഭിമുഖമോ ദൈവോന്മുഖ കുർബാനയല്ല, നമ്മുടെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, കൂരിയായി മാറ്റുക. എന്തുകൊണ്ടാണ് അന്നത്തെ കൂരിയായ, ഇപ്പോഴത്തെ അല്ല, എന്തുകൊണ്ട് കൂരിയായി മാറ്റേണ്ടത്? കൂരിയായി മാറ്റിയില്ലെങ്കിൽ ഇവർക്ക് കട്ടെടുക്കാൻ പറ്റില്ല, പണം കട്ടെടുക്കാൻ പറ്റില്ല. മണവാളം കട്ടെടുക്കുമായിരുന്നു എന്നാണല്ലോ കോടതി പറഞ്ഞത്. അതുപോലെ തന്നെ സ്വർണം കട്ടെടുക്കാൻ പറ്റില്ല. അപ്പൊ കൂരിയായി മാറ്റുക എന്ന ഒറ്റ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകീകൃത കുർബാന സംബന്ധിച്ചെന്നാണ് തൃപ്പൂണിത്തറക്കാരൻ പറയണേ. അദ്ദേഹത്തിന്റെ തന്നെ വീഡിയോയിലുണ്ടത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഏകീകൃത കുർബാന പറഞ്ഞാൽ ചൊല്ലിയാലും സാരമില്ല, നമുക്ക് പണം കട്ടെടുക്കാൻ കഴിയണം. പണം കട്ടെടുക്കുന്നത് തടയുന്ന ഒരു കൂരിയ നമുക്ക് വേണ്ട. അതുകൊണ്ട് കൂരിയായി മാറ്റുക എന്ന ഒറ്റ അജണ്ടയ്ക്ക് വേണ്ടി നമ്മൾ തൽക്കാലത്തേക്ക് ഏകീകൃത കുർബാന സംബന്ധിച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങളോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാണ്ട് വന്നപ്പോഴാണ്, ഈ അണികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നപ്പോഴാണ് പുള്ളി 2 കാര്യങ്ങളുമായിട്ട് വന്നത്. ഒന്ന്, ഏകീകൃത കുർബാന ചൊല്ലുന്ന എല്ലായിടങ്ങളിലും ഒരു പ്രശ്നമുണ്ടാക്കുക. അപ്പൊ ജനത്തിന്റെ ശ്രദ്ധങ്ങൾ മാറി. പിന്നെ ആലഞ്ചേരി പിതവിടെ കാലുകുത്താൻ പാടില്ല, ബോസ്കോ പിതവിടെ കാലുകുത്താൻ പാടില്ല, ആണ്ടസ് പിതവിടെ കാലുകുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു വിട്ടു. ഇത് തൃപ്പൂണിത്തറക്കാരന്റെ രാഷ്ട്രീയമാണ്. ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം അവരോട് പറഞ്ഞ കാര്യം വാസ്തവത്തിൽ നടക്കാൻ പോവാണ്. എന്താണ്? ഈ കൂരിയായി മാറ്റിക്കഴിഞ്ഞു, ഇനി ഏകീകൃത കുർബാന ചൊല്ലേണ്ട കാര്യമില്ല. പലയിടത്തും മിക്ക സ്ഥലത്തും വികാരിയച്ചന്മാരോ പച്ചന്മാരല്ല ചൊല്ലിയിരിക്കുന്നത്, സന്യാസ വൈദ്യരെ കൊണ്ടുവന്ന് ചൊല്ലിച്ചിരിക്കുകയാണ്. 1. 2, ചെറിയ സ്ഥലങ്ങളുണ്ട്, കുറെ സ്ഥലങ്ങൾ, അതായത് ആളുകൾ അധികം പങ്കെടുക്കാത്തത്, അവിടേക്ക് നിർത്തിക്കളഞ്ഞു. കുറെ പള്ളി ചൊല്ലിയിട്ടേയില്ല, കുറെ പള്ളി തുടങ്ങിയിട്ടേയില്ല, കുറെ സ്ഥലത്ത് തുടങ്ങിയിട്ടേയില്ല. അപ്പോൾ എന്ത് സമവായമാണ്? പാടെ അട്ടിമറിക്കപ്പെട്ട, അതായത് കൂരിയായി മാറ്റാൻ വേണ്ടി തട്ടിക്കൂട്ടുണ്ടാക്കിയ ഒരു മാർഗരേഖ. ഇനി അതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ മിക്കവാറും സംഗതികളൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. കുർബാനക്കടം തീരും. ഇല്ലിസിറ്റാണോ ലിസിറ്റാണോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. കുർബാനക്കടം തീരും. എന്ത് കുർബാനക്കടം? എങ്ങനെ തീരും? ഏത് വകുപ്പിൽ തീരും? ആരതൊക്കെ പ്രഖ്യാപിക്കണേ? എന്തിന്റെ വകുപ്പിലാണ്? ഏത് കാനലുകളുടെ അടിസ്ഥാനത്തിലാണ്? ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നുണ്ടാകും, അവര് വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സമവായ സർക്കുലർ ഇതിന്റെ ഉപജ്ഞാതാക്കൾ ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ആരെ കബളിപ്പിക്കാനാണ്? എന്തിനു വേണ്ടിയാണ്? ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. സഭയ്ക്ക്, സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല, ആര് ചെയ്താലും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് മേലധികാരികളോടും മറ്റ്
കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, ഇനിയും അറിയിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സഭയെ, സുറിയാനി കത്തോലിക്ക സഭയെ ഹൈജാക്ക് ചെയ്യാൻ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെയും ഒരു വികാരി മെത്രാപ്പൊലീത്തയും ഒരു മെത്രാനെയും നമ്മൾ അനുവദിക്കുകയില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനിയുടെ ഗ്രാഫ് ഉയർന്നുവോ? ചിലരെല്ലാം എന്നോട് ചോദിച്ച 1-2 ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, അച്ചോ, എന്തുകൊണ്ടാണ് നമ്മുടെ മെത്രാന്മാർ നിശബ്ദത പാലിക്കുന്നത്? അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ? എന്തുകൊണ്ടാണ് അവർ യാതൊന്നും ചെയ്യാത്തത്? ഈ അവസാനത്തെ ഭാഗം തുടങ്ങാം. എന്റെ ഉത്തരം, യാതൊന്നും ചെയ്യുന്നില്ല എന്നത് നിങ്ങളുടെ അജ്ഞതയാണ്. അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവയെല്ലാം പുറത്ത് പറഞ്ഞ് ചെയ്യേണ്ടവയല്ലല്ലോ. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണോ? അല്ല. ഔദ്യോഗികമായി ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ടത് അവര് യാതൊന്നും ചെയ്യുന്നില്ല എന്നത് അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും പാടില്ല. മെത്രാന്മാര് പലരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളത് അവരെ അടിസ്ഥാനപരമായി വിശ്വസിക്കണം. പിന്നെ നിശബ്ദത, എന്തൊരു നിശബ്ദത പാലിക്കുന്നു? അതിന് ഉത്തരം വളരെ വ്യക്തമാണ്. നിങ്ങൾ എന്റെ കാര്യം നോക്കൂ. ഞാൻ പരസ്യമായിട്ട് ഒരു നിലപാടുമായിട്ട് മുമ്പ് മുതൽ പരസ്യമായിട്ട് നിലപാട് എടുത്തിട്ടുള്ളവനാണ്. ഈ അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എന്തുമാത്രം തോന്നിയാസങ്ങളാണ് എഴുതി വിടുന്നതും വീഡിയോ ആയിട്ടും ഫേസ്ബുക്കിലായിട്ടും എഴുതി വിടുന്നത്. അപ്പോൾ പരസ്യമായിട്ടൊരു നിലപാട് എടുത്ത എന്നെ ഇതുപോലെ ചെയ്യുന്നെങ്കിൽ മെത്രാന്മാര് ഒരു പരസ്യമായിട്ട് നിലപാടെടുത്താൽ ഈ അൽമായ മുന്നേറ്റക്കാരും വിമതരും അവരെ വെറുതെ വിടുമോ? അവരെ ടാർഗറ്റ് ചെയ്യും. അപ്പൊ അവരുടെ ഇമേജിന് ഒരു കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് വേറെ തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം മെത്രാന്മാരെ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ സഭാ കോടതിയുടെ വിധി വന്നപ്പോൾ സഭയ്ക്ക് ഔദ്യോഗികമായിട്ട് പരസ്യമായൊരു നിലപാട് എടുക്കാമായിരുന്നു. അതായത് സഭാ കോടതിയുടെ വിധി ന്യായത്തെ മാനിക്കണമെന്നും സഭാ സംവിധാനത്തെ അട്ടിമറിക്കാൻ പാടില്ലെന്നും മെത്രാന്മാർ ഒറ്റക്കെട്ടായി തട്ടിൽ പിതാവിനോടും പാമ്പ്ളാനി പിതാവിനോടും പറയുന്നതായിട്ട് പരസ്യമായിട്ട് ഒരു പ്രസ്താവന ഇറക്കേണ്ടതായിരുന്നു. അത് മെത്രാന്മാർ ഒറ്റക്കെട്ടായി ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഈ എന്നെ പോലെ ഇവര് ടാർഗറ്റ് ചെയ്ത് വ്യക്തികളെ ആക്രമിക്കില്ലല്ലോ. അതുപോലെ തന്നെ കൂതാശ വിലക്കുള്ളവർ കൂതാശകൾ അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര ഭയാനകമായ സ്ഥിതിയാണത്. ആത്മാക്കളുടെ രക്ഷയെ പണയം വെക്കുന്ന ആ സമയത്ത് മെത്രാന്മാർ പരസ്യമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പറയേണ്ടതായിരുന്നു, ഈ കൂതാശ വിലക്കുള്ളവർ കൂതാശകൾ അർപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് തന്നെ പറയേണ്ടതായിരുന്നു. പരസ്യമായിട്ട് മെത്രാന്മാർ ഒറ്റക്കെട്ടായിട്ട്. ഒറ്റക്കെട്ടെന്ന് പറഞ്ഞാൽ എല്ലാ മെത്രാന്മാരും വന്നില്ലെങ്കിൽ പോലും 10 മെത്രാന്മാരെങ്കിൽ 10 മെത്രാന്മാര് ഒരുമിച്ച് പറയണമായിരുന്നു. അത് അവരുടെ ധാർമ്മിക ചുമതലയായിരുന്നു. മാത്രമല്ല അവരുടെ ഇമേജ് ഇപ്പൊ ഈ ആകെ നഷ്ടപ്പെട്ട് കിടക്കുന്ന പ്രതിച്ഛായ അത് മെച്ചപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു. അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ കർത്താവിലുള്ള വിശ്വാസം പോലെ സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ദൈവജനത്തിന് സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് മെത്രാന്മാരുടെ ഇമേജിന് ആ പ്രതിച്ഛായയെ തിരിച്ചു പിടിക്കാൻ അവർ തന്നെയാണ് ശ്രമിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, അച്ചോ, അതിധീരനെന്ന് കരുതിയ ആണ്ടസ് പിതാവിന് പോലും ചെയ്യാൻ കഴിയാതിരുന്ന സംഗതിയാണ് പാമ്പ്ളാനി പിതാവ് എറണാകുളത്ത് നടപ്പാക്കിയത്. 4-5 വർഷമായി സമാധാനമില്ലാത്ത എറണാകുളത്ത് അദ്ദേഹം സമാധാനം കൊണ്ടുവന്നില്ലേ? അതോടെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്നില്ലേ? ഈ ഓഗസ്റ്റ് സിനഡില് അദ്ദേഹത്തിന് ഒരു കയറ്റം, കുറച്ചും കൂടി ഒരു പ്രൊമോഷൻ ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ആദ്യമേ പറയട്ടെ, പാമ്പ്ളാനി പിതാവോ ആണ്ടസ് പിതാവോ മറ്റേതെങ്കിലും മെത്രാനോ സഭയിലെ പ്രതിസന്ധി പരിഹരിച്ചാൽ അതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. കാരണം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചാൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കും. അത് പാമ്പ്ളാനി പിതാവായാലും ആണ്ടസ് പിതാവായാലും മറ്റാരാണെങ്കിലും. പാമ്പ്ളാനി പിതാവിന്റെയോ മറ്റേതൊരു മെത്രാന്റെയോ ഗ്രാഫ് ഉയർന്നാല് അതിനും ഞാൻ സന്തോഷിക്കുകയുള്ളൂ. കാരണം മെത്രാന്മാരുടെ പ്രതിച്ഛായ മെച്ചപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ആള് ആണ് ഞാൻ. പിന്നെ അവർക്ക് എന്ത് നേട്ടമുണ്ടായാലും, സഭയ്ക്ക് വേണ്ടിയുള്ള അവർക്ക് വ്യക്തിപരമായ എത്ര നേട്ടമുണ്ടായാലും ഒരു അസൂയയും എനിക്കുണ്ടാകില്ല. കാരണം ഞാൻ വളരെ താഴ്ന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആളാ. ഒരു സാധാരണ വൈദികനാണ് ഞാൻ, ഒരു സാധാരണ വൈദികൻ.
അതുകൊണ്ട് അവരുടെ സ്ഥാനത്ത് ഒരു കോമ്പറ്റീറ്റർ അല്ല ഞാൻ, ഒരു മത്സരാർത്ഥി അല്ല. അതുകൊണ്ട് എനിക്ക് അസൂയ ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എണ്ണി പറയേണ്ട കാര്യമില്ല. അത് ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ച എന്നെപ്പോലുള്ളൊരു വൈദികന് കിട്ടാൻ ആഗ്രഹിക്കുന്നതിന്റെ 10,000 മടങ്ങാണ് കർത്താവ് എനിക്ക് കൃപ നൽകിയിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള അവരുടെ ഇരിക്കുന്ന സ്ഥാനങ്ങളൊന്നും യാതൊന്നുമല്ല. അതേസമയം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് താനും. അതിന് എന്റെ കയ്യിൽ ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ അവരുടെ സ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു ഗ്രാഫ് ഉയർന്നതിന്റെ പേരിൽ എനിക്ക് അസൂയ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു 1% പോലും അത് ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പാമ്പ്ളാനി പിതാവിന്റെ ഗ്രാഫ് ഉയർന്നിട്ടില്ല എന്നാണ് എന്റെ പക്ഷം. ഉയർന്നിട്ടില്ല എന്നത് കാണിക്കാൻ, ഉയർന്നിട്ടില്ലെന്ന് മാത്രമല്ല അത് വല്ലാതെ താഴെ പോയിട്ടുണ്ട്, ഗ്രാഫ് വല്ലാതെ താഴോട്ട് പോയിട്ടുണ്ട്. അതിൽ പല കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്റെ പക്ഷമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുട്ടികളുടെ മതബോധനവുമായി ബന്ധപ്പെട്ട കുർബാനയെങ്കിലും ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന വേണം. ചുരുങ്ങിയ പക്ഷം കുട്ടികളുടെ മതബോധനവുമായി ബന്ധപ്പെട്ട കുർബാനയെങ്കിലും ഷെഡ്യൂൾഡ് സമയത്ത് കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ആ സർക്കുലറിൽ ഇപ്പൊ ഈ സമവായ സർക്കുലർ ഉണ്ടല്ലോ, അതിൽ അങ്ങനെ ഒന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുറച്ചൊന്ന് ഉയർന്നേനെ. ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന, അത് തന്നെ കുട്ടികളുടെ മതബോധനവുമായി ബന്ധപ്പെട്ട കുർബാന, ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന, അത് ഏകീകൃത കുർബാനയായിരിക്കണം എന്ന് അദ്ദേഹം ഈ സമവായ സർക്കുലറിൽ എഴുതിയിരുന്നെങ്കിൽ ഗ്രാഫ് ഒരല്പം മുകളിലേക്ക് ഉയർന്നേനെ. ഇത് പക്ഷേ അഴകുഴമ്പൻ രീതിയിലാണ് അദ്ദേഹം കോറിയിട്ടത്. രാവിലെ 5:30ക്കും 10:30ക്കും ഇടയിലോ വൈകിട്ട് 3:30ക്കും 6:00 ഇടയിലോ. അത് ഈ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഇംഗിതത്തിന് വഴങ്ങിയിട്ടാണ്. എന്തായിരുന്നു അവരുടെ നിഗൂഢ അജണ്ട? അസമയത്ത് വെക്കുക, 3 മണിക്കോ 3:30ക്കൊക്കെ വെക്കുക, ജനങ്ങൾ വരില്ല, അപ്പൊ ഇത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എല്ലാം ജനാഭിമുഖ കുർബാനയാക്കാമെന്ന്. അതായിരുന്നു നിഗൂഢ അജണ്ട. അത് തകർത്ത് തരിപ്പണമാക്കിയത് ആരാണ്? സത്യവിശ്വാസികൾ. ആ പദ്ധതി അങ്ങ് പൊളിച്ചു കളഞ്ഞു അവരുടെ. അതായത് അസമയത്ത് കുർബാന വെച്ചാൽ ജനങ്ങൾ വരില്ലെന്നും അത് പരാജയമാണെന്നും ബോധ്യപ്പെടുത്താമെന്ന പാമ്പ്ളാനി പിതാവിന്റെയും ഈ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും പദ്ധതി പാടെ തകർത്ത് കളഞ്ഞത് സത്യവിശ്വാസികളാണ്. അവരങ്ങ് പങ്കെടുത്തു, കൂട്ടം കൂട്ടമായി വന്ന് പങ്കെടുത്തു. അപ്പോൾ ഗ്രാഫ് ഉയർന്നത് ആരുടെയാണ്? സത്യവിശ്വാസികളുടെ. ഗ്രാഫ് താഴോട്ട് പോയത് ആരുടെയാണ്? പാമ്പ്ളാനിയുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും. അടുത്തൊരു കാര്യം, ഇതിനു മുമ്പും എറണാകുളത്ത് കുറച്ചു പേര് ഏകീകൃത കുർബാന ചൊല്ലിയിട്ടുണ്ട്. 2024 ജൂൺ 3 ഇല്ലേ, കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. എല്ലാ പള്ളിയിലും ഒന്നും അല്ലെങ്കിലും കുറച്ച് പള്ളികളില് വികാരിച്ചൻ അല്ലെങ്കിലും സന്യാസ വൈദികർ കൊണ്ടുവന്ന് അത് അന്ന് കണിശമായ നിയമ നടപടികളും നടപ്പാക്കലുമായിട്ട് സഭ ഇറങ്ങിത്തിരിച്ചപ്പോൾ കുറച്ചുപേര് അനുസരിച്ചു. ഇല്ലേ? അന്ന് പാമ്പ്ളാനി പിതാവ് അല്ലല്ലോ എറണാകുളത്തിന് ചാർജ് ആയിരുന്നേ, അല്ലല്ലോ. അന്ന് സഭ ആ കണിശമായ രീതിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇനി പ്രശ്നമേ ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ആ ഏകീകൃത കുർബാന അട്ടിമറിച്ചതിൽ കുറച്ചുപേരെ ചൊല്ലിയിരുന്നുള്ളൂ എങ്കിലും, കുറച്ച് പള്ളികൾ ചൊല്ലിയിരുന്നുള്ളൂ എങ്കിലും, അത് അട്ടിമറിച്ചതിൽ ഇപ്പൊ സഭാ നേതൃത്വത്തിലുള്ള പലർക്കും പങ്കുള്ള കാര്യം അങ്ങാടിപ്പാട്ടാണ്. അപ്പോ പാമ്പ്ളാനി പിതാവിന്റെ ഗ്രാഫ് ഉയരുവാണ് ചെയ്തത്, താഴോട്ട് പോവുകയാണോ ചെയ്തത്? താഴോട്ട് പോയി. ഘട്ടം ഘട്ടമായി എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കുർബാന ഏകീകൃത കുർബാന എന്നാണ് പാമ്പ്ളാനി പിതാവ് പറയണേ. എല്ലാ കുർബാനയും ഇല്ലേ ഏകീകൃത കുർബാനയാക്കുക ഘട്ടം ഘട്ടമായിട്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഘട്ടം ഒരു കുർബാന ഏകീകൃത കുർബാന. അത് അങ്ങനെയാണ് പാമ്പ്ളാനി പിതാവ് പറയുന്നത്. എങ്കിൽ എന്തിനാണ് എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലുന്ന സ്ഥലങ്ങളിൽ, എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലുന്ന പള്ളികളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചർച്ച ചെയ്യുമെന്നും അതിൽ മാറ്റങ്ങൾ വരുമെന്നും അദ്ദേഹം എഴുതിയത്? അതൊരു കള്ളത്തരമല്ലേ? നിഗൂഢ അജണ്ടയല്ലേ? ഘട്ടം ഘട്ടമായിട്ട് ഏകീകൃത കുർബാന നടപ്പാക്കാൻ, എല്ലാ കുർബാനയും ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയുള്ള 8 പള്ളികളിൽ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂരിയ വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്? അപ്പൊ അത് അദ്ദേഹത്തിന്റെ കള്ളത്തരമല്ലേ പാമ്പ്ളാനി പിതാവിന്റെ? അത് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർത്തുക ചെയ്യുക, അത് താഴോട്ട് കൊണ്ടുപോവുക ചെയ്യുക. താഴോട്ട് കൊണ്ടുപോയി.
പിന്നെ സമാധാനത്തിന് വേണ്ടിയുള്ള ഈ സമവായ സർക്കുലർ മുഴുവൻ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ്. വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര. അതിനെതിരെ കേസുകൾ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോകുന്നുണ്ട്. ആ കേസുകളുടെ വിധി വരട്ടെ, അപ്പൊ അറിയാം ഗ്രാഫ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നൊക്കെ. അഞ്ചാമത്തെ ഒരു കാര്യം, എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കുക എന്നത് ഒരു ശരിയായ രീതിയാണോ? എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? സത്യവും നീതിയും ന്യായവും ഒക്കെ നോക്കിയിട്ടല്ലേ സമാധാനം ഉണ്ടാകുക. എങ്ങനെയെങ്കിലും സ്നേഹിക്കുക എന്ന് പറഞ്ഞ് ശരിയാകുമോ? നീതിയില്ലാത്ത സ്നേഹം കപടമല്ലേ? സത്യമില്ലാത്ത സ്നേഹം വ്യാജമല്ലേ? അതുപോലെ തന്നെയല്ലേ സമാധാനവും. എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പമാണല്ലോ. കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കുക, ഹിമാചൽ പ്രദേശ് ചൈനയ്ക്ക് വിട്ടുകൊടുക്കുക, വളരെ എളുപ്പമാണല്ലോ. തമിഴ്നാട് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുക, അല്ലേ? എങ്ങനെയെങ്കിലും സമാധാനം. അത് കർത്താവിന്റെ രീതിയാണോ? നീതിയും ന്യായവും സത്യവും അതൊക്കെ ബലി കഴിച്ചുകൊണ്ടുള്ള സമാധാനം വ്യാജമായ ശാന്തിയാണ്. കർത്താവ് ഉദ്ദേശിച്ച സമാധാനമല്ല അത്. കർത്താവ് തരുന്ന സമാധാനവുമല്ല. ഈ പാമ്പ്ളാനി പിതാവ് ചെയ്ത കുറ്റകൃത്യങ്ങളും പാപങ്ങളും, അതായത് ഈ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പാമ്പ്ളാനി പിതാവ് ചെയ്ത കുറ്റകൃത്യങ്ങളും പാപങ്ങളും അക്കമിട്ട് ഞാൻ നിരത്താം. അക്കമിട്ട് പാമ്പ്ളാനി മെത്രാപ്പൊലീത്ത അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. അതിനുള്ള ശിക്ഷ ഉദ്യോഗത്തിൽ നിന്നും പുറത്താക്കലാണ്. മാത്രമല്ല, വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും വേണം. ഇത് സഭാ കോടതിയുടെ വിധിന്യായമാണ്. സഭാ കോടതിയുടെ വിധിന്യായം, ഉത്തരവ്. ഇത് പാമ്പ്ളാനി പിതാവിന്റെ ഗ്രാഫ് ഉയർത്തിയിരിക്കുക, അത് താഴ്ത്തിയിരിക്കുകയോ? തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും കൃത്യവിലോപം ചെയ്തിരിക്കുന്നു. സഭാ കോടതിയുടെ വിധിന്യായത്തിലുള്ള വാക്കുകൾ ഞാൻ വായിച്ചത്. അത് ഗ്രാഫ് ഉയർത്തിയിരിക്കുക. ഗ്രോസ് വയലേഷൻ ഓഫ് കാനൺ ലോ, സഭാ നിയമത്തിന്റെ ഗൗരവമായ ലംഘനമാണ് പാമ്പ്ളാനി പിതാവ് ചെയ്തിരിക്കുന്നത്. സഭാ നിയമത്തിന്റെ കാനൺ ലോയുടെ ഗൗരവമായ ലംഘനം, ഗ്രോസ് വയലേഷൻ ഓഫ് കാനൺ ലോ. വത്തിക്കാനിക്ക് ഇതങ്ങ് റിപ്പോർട്ട് ചെന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണേ. അടുത്തത്, പാമ്പ്ളാനി പിതാവ് കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അതിന് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സഭാ കോടതിയുടെ വിധിന്യായത്തിലുള്ള കാര്യം ഞാൻ പറയണേ. തീർന്നില്ല. ഈ കോടതി വിധി വന്നതിന് പിന്നാലെ എന്താണോ ചെയ്യരുതെന്ന് കോടതി പറഞ്ഞത് അത് തന്നെ പാമ്പ്ളാനി പിതാവ് ചെയ്തു. എന്താണ് ചെയ്യരുതെന്ന് കോടതി വിധിയിൽ പറഞ്ഞത് അത് തന്നെ ചെയ്തു. കോടതി വിധി വന്നതിന് പിന്നാലെ സഭാ സംവിധാനത്തിനെ അട്ടിമറിച്ചു പാമ്പ്ളാനി പിതാവ്. ഇതെന്റെ നേട്ടമാടാ, എന്നെ വെല്ലുവിളിക്കുന്ന ആരുണ്ട് എന്ന് പാമ്പ്ളാനി പിതാവ് ഞെളിഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ പറയാം, അതതിനകത്ത് പറയാം. പക്ഷെ അത് വിശദിക്കാൻ ലോകത്തുള്ള സകലരും മണ്ടന്മാരായിരിക്കണം. കാനോൻ നിയമത്തിന് വിരുദ്ധമായി വൈദിക സമിതി, ആലോചന സമിതി എന്നിവ വിളിച്ചുകൂട്ടി. കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ആളെ അതിൽ സംബന്ധിപ്പിച്ചു. യോഗ്യതയുള്ള ആളെ പുറത്താക്കി. ഇതെല്ലാം സഭാ നിയമത്തിന്റെ നഗ്നമായ ലംഘനങ്ങളാണ്. എന്നോട് കളിച്ചാൽ ഞാൻ ഇങ്ങനെ കളി പഠിപ്പിക്കും എന്ന് പാമ്പ്ളാനി പിതാവിന് അഹങ്കരിക്കാം. കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സിംഹാസനത്തിൽ പൊട്ടന്മാരാണ് ഇരിക്കുന്നതെങ്കിൽ, അതല്ല മറിച്ചാണെങ്കിൽ ഈ ഗ്രാഫ് കീഴ്പോട്ട് തന്നെ പോകും. ഇങ്ങനെ ഇത്ര ശക്തമായ ഭാഷയിൽ ഉത്തരവ് ഇറക്കി സഭാ കോടതി വിധിച്ചവരെയാണോ ഈ ഗ്രാഫ് ഉയർന്നു എന്ന് നിൽക്കുന്നതെന്ന് ഈ അൽമായ മുന്നേറ്റക്കാരും വിമതരും പ്രചരിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ ധാർമ്മിക ഫാക്കൽറ്റി ഉണ്ടല്ലോ, എത്തിക്സ്, മൊറാലിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി, അതിലെന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇരുട്ടും വെളിച്ചം തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇരുട്ടിന് വെളിച്ചമായിട്ടും വെളിച്ചത്തെ ഇരുട്ടായിട്ടും കാണുന്ന ഒരു ഹൃദയകാഠിന്യത്തിന്റെ പ്രശ്നമുണ്ട്. ആ ഹൃദയകാഠിന്യം ബൈബിൾ പറയുന്നത് വളരെ വലിയ തിന്മയാണ്. ഞാൻ പറയാണ്, ഇതൊക്കെ രേഖപ്പെടുത്തുകയും വത്തിക്കാനിലേക്ക് പകർപ്പിൽ പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതിന്മേല് മേൽക്കോടതിയിൽ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നിട്ടാകാം ഗ്രാഫ് ഉയർന്നാണോ താഴ്ന്നാണോ ഒക്കെ നിൽക്കണമെന്ന് നമുക്ക് നിശ്ചയിക്കലേ. ഇവയ്ക്കെല്ലാം പുറമെ വളരെ വളരെ ഗൗരവമായ മറ്റൊരു സംഗതിയുണ്ട്. കൂദാശ വിലക്കുള്ളവര്, അവരിങ്ങനെ കൂദാശ അർപ്പിച്ചു പോന്നു. കൂദാശ വിലക്കുള്ളവർ കൂദാശ അർപ്പിച്ചു പോന്നു. എത്ര ഭീകരമായ സംഗതിയാണത്! എത്ര ഭയാനകമായ സംഗതിയാണത്! ഈ ആത്മാക്കളുടെ രക്ഷയാണ് അപകടത്തിലാക്കിയിരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ അതിനേക്കാൾ വലിയ തിന്മയില്ല. ആത്മാക്കളുടെ രക്ഷ അത് അപകടത്തിലാക്കിയിരിക്കുന്നു. കൂദാശ വിലക്കുള്ളവർ കൂദാശ അർപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവർക്കെതിരെയുള്ള കേസ് നിയമപ്രകാരമായ പ്രക്രിയ പൂർത്തിയാക്കാതെ, അവർ കൂദാശ വിലക്ക് സംബന്ധിച്ചുള്ള ആ പ്രക്രിയ പൂർത്തിയാക്കാതെ അത് പിൻവലിച്ചോ,
പിൻവലിച്ചെങ്കിൽ എങ്ങനെ, എപ്പോൾ എന്നൊക്കെ വ്യക്തമാക്കാതെ എറണാകുളം അങ്കമാലി അതൊരു PRO ഒരു കടലാസിനകത്ത് അതൊക്കെ തീർന്നൊന്നും എഴുതിയറിയിച്ചാൽ മതിയോ? ഇത്ര ഭയാനകമായ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുകയും നീതിവൽക്കരിക്കുകയും ചെയ്ത പാമ്പളാനി പിതാവിന്റെ ഗ്രാഫ് മുകളിലോട്ടാണോ അത് താഴോട്ടാണോ? അത് സഭാചരിത്രം രേഖപ്പെടുത്തട്ടെ. പിന്നെ ഈ അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും പാമ്പളാനി പിതാവിന്റെ ഗ്രാഫ് മുകളിലേക്കാണെന്ന് പ്രചരിപ്പിക്കും. അവർക്ക് അതിന്റെ താല്പര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ് മാസം സെനഡ് വരെ അവരതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരവരുടെ പേട്രനായി കരുതുന്നത് പാമ്പളാനി പിതാവിനെയാണ്. പക്ഷേ പാമ്പളാനി പിതാവ് സത്യസന്ധമായ ഒരു ആത്മശോധനയ്ക്ക് തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ ആത്മരക്ഷയ്ക്ക് നന്നായിരിക്കുമെന്നാണ് എന്റെ എളിയ അഭിപ്രായം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്തേ കയറ് വാങ്ങാൻ പണമില്ലേ? ചത്താലും കൂറന്തായ കുർബാന ചൊല്ലില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തേ ചൊല്ലുന്നേ? ഈ മുന്നേറ്റക്കാര്, അൽമായ മുന്നേറ്റക്കാര് ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന പള്ളികളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? ജാള്യത മറയ്ക്കാൻ, വിജയിച്ചുവെന്ന് പുറത്തേക്കെങ്കിലും വരുത്തി തീർക്കാൻ, അണികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ. അൽമായ മുന്നേറ്റക്കാരെ, വിമത വൈദികരെ, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാൻ സെനഡ് ഏകീകൃത കുർബാന നടപ്പാക്കിയത് എന്നല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ആ തെറ്റിദ്ധാരണ, അതായത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന തെറ്റിദ്ധാരണ മാറിയോ? ആ തെറ്റിദ്ധാരണ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഏകീകൃത കുർബാന അർപ്പിക്കുന്നത്? തെറ്റിദ്ധാരണ മാറിയെങ്കിൽ നിങ്ങൾ ഇത് പ്രചരിപ്പിച്ച വീഡിയോസ് ഒക്കെ പിൻവലിക്കണ്ടേ? അതൊരു മിനിമം മര്യാദയല്ലേ? 2, കൽദായവൽക്കരണമാണ് പുറംതിരിഞ്ഞ കുർബാന എന്നല്ലേ നിങ്ങൾ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇപ്പോഴും കൽദായവൽക്കരണമാണ് പുറംതിരിഞ്ഞ കുർബാന. പുറംതിരിഞ്ഞ കുർബാന നിങ്ങളുടെ വാക്കാണ് കേട്ടോ, എന്റെ വാക്കല്ല. ഞാൻ ദൈവാത്മക കുർബാന, സഭയുടെ കുർബാന എന്നൊക്കെ പറയാ. നിങ്ങൾക്കാണ് ഈ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ താല്പര്യം. ഇപ്പൊ നിങ്ങൾ ആ പുറംതിരിഞ്ഞ കുർബാന, നിങ്ങൾ പറഞ്ഞ കുർബാന ചൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കൽദായവൽക്കരണത്തിന്റെ ഭാഗമാണിത് എന്ന ആരോപണം നിങ്ങൾ പിൻവലിക്കണ്ടേ? അത് പിൻവലിക്കണ്ടേ? മാത്രമല്ല, നമ്മൾ പൗരസ്ത്യ സുറിയാനി സഭ കൽദായ സുറിയാനി സഭയാണ് നിങ്ങൾ അംഗീകരിക്കുകയല്ലേ? അപ്പൊ നിങ്ങളുടെ പ്രചാരണ വിഭാഗം ഈ കാര്യം പ്രചരിപ്പിക്കണ്ടേ? പൗരസ്ത്യ സുറിയാനി എന്ന് പറഞ്ഞ കൽദായ ഭാഷയാണ്, നമ്മൾ പൗരസ്ത്യ സുറിയാനി ഭാഷയിലാണ് കുർബാന നമ്മുടെ രൂപം കൊണ്ടത്, നമ്മൾ ആ സുറിയാനിക്കാരാണ്, അതുകൊണ്ട് നമ്മൾ കൽദായരാണ് എന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കണ്ടേ? അതൊരു ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ? ഇത്ര നാളും നിങ്ങൾ ആരോപിച്ച ആ കൽദായവൽക്കരണം എന്നുള്ള നുണ, അത് നുണയായിരുന്നുവെന്നും അത് പരസ്യമായി അതിന് നുണയാണെന്ന് അംഗീകരിക്കുകയും അതിന് മാപ്പ് പറയുകയും വേണ്ടേ? ലോകത്തോട് മുഴുവൻ മാപ്പ് പറയണ്ടേ? നിങ്ങൾ അത്രമാത്രമല്ലേ ഈ കുർബാനയെയും നമ്മുടെ സുറിയാനി സഭയെയും അപമാനിച്ചത്, ആക്ഷേപിച്ചത്? കൽദായവൽക്കരണത്തിന്റെ ഭാഗമായിരിക്കുന്ന ഏകീകൃത കുർബാന അതല്ല ഇപ്പൊ നിങ്ങൾ ചൊല്ലിത്തുടങ്ങിയല്ലോ. എല്ലാം ചൊല്ലിയിട്ടില്ലെങ്കിലും ചൊല്ലിത്തുടങ്ങിയല്ലോ. പിന്നെ പവിത്രമായ കുർബാനയെ നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചത്? പൃഷ്ഠകുർബാന, ഭിത്തിക്കുർബാന, കുണ്ടിക്കുർബാന, ചുമരതൊക്കി കുർബാന, പുറംതിരിഞ്ഞ കുർബാന, പിന്നെയുണ്ട് നിങ്ങളുടെ ഭാഷ, കൊള്ളൂല്ലേ പറയാൻ. ഇപ്പോൾ അത് നിങ്ങൾ തന്നെ ചൊല്ലിത്തുടങ്ങിയിരിക്കുന്നു. ഈ ചുമര് നോക്കി ഭിത്തി കുർബാന എന്ന് പറഞ്ഞ കുർബാന നിങ്ങൾ ചൊല്ലിത്തുടങ്ങിയിരിക്കുന്നു. എല്ലാം ചൊല്ലിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പവിത്രമായ കുർബാനയെ, പരിശുദ്ധമായ കുർബാനയെ ഇങ്ങനെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചത് തെറ്റായി പോയി എന്ന് ഇടവകക്കാരോടൊന്ന് കുമ്പസാരിക്കണ്ടേ പരസ്യമായിട്ട്? അതിൽ ലോകത്തോടൊന്ന് കുമ്പസാരിക്കണ്ടേ പരസ്യമായിട്ട്? എത്ര വർഷമായി നിങ്ങൾ ഇത് തന്നെ പറഞ്ഞ് അവമാനിച്ചുകൊണ്ടിരിക്കുന്നു? ആ വീഡിയോസ് ഒക്കെ പിൻവലിക്കണ്ടേ? പിന്നെ ചത്താലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും ഏകീകൃത കുർബാന ചൊല്ലുകയിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ഇല്ലേ? മധുബകയിൽ കയറി നിന്ന് ബാനർ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. കൽപ്പണിക്ക് പോയാലും, ആശാരിപ്പണിക്ക് പോയാലും, തൂമ്പാപ്പണിക്ക് പോയാലും, ഉഴാൻ പോയാലും ഞങ്ങൾ ഈ കുർബാന ചൊല്ലില്ല എന്ന് നിങ്ങൾ, ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് നിങ്ങൾ മധുബകയിൽ കയറി നിന്ന് പോലും പ്രഖ്യാപിച്ചവരാണ്. ചത്താലും ചൊല്ലില്ല, ആത്മഹത്യ ചെയ്താലും ചൊല്ലില്ല. എന്നിട്ടെന്തേ ആത്മഹത്യ ചെയ്യാൻ, കെട്ടിത്തൂങ്ങാൻ
കയറ് വാങ്ങിക്കാൻ പൈസയില്ലേ? ബസിലിക്കയിൽ നിന്നും മാസം ലക്ഷങ്ങളാണല്ലോ അടിച്ചു മാറ്റിയത്. ആ പൈസക്ക് എവിടെ പോയി? കാഞ്ഞൂര് പള്ളിയിൽ നിന്നും കിലോ കണക്കിന് സ്വർണമാണല്ലോ അടിച്ചു മാറ്റിയത്. അതിന് കുറച്ച് പൈസ മാറ്റി വെക്കായിരുന്നില്ലേ കയറ് വാങ്ങിക്കാൻ, കെട്ടിത്തൂങ്ങാനായിട്ട്? നിങ്ങൾ പറഞ്ഞതിന് ആരെങ്കിലും വിശ്വസിക്കുമോ? തരത്തിന് തരം വാക്ക് മാറ്റി പറയുകയാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായ സ്വഭാവം. വാക്കിന് വ്യവസ്ഥയില്ലാത്തവര്. അതിന് നാട്ടിൽ വിളിക്കുന്ന പേരൊക്കെ നിങ്ങൾക്കറിയില്ലേ? വാക്ക് പാലിക്കാത്തവരും വാക്കിന് വ്യവസ്ഥയില്ലാത്തവരെയും. പിന്നെ ബൈബിളിന്റെ വീക്ഷണം അനുസരിച്ച് കർത്താവിനെ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്മാരുടെ അന്ത്യം എന്താണ്? അത്തിമരത്തിൽ കെട്ടിത്തൂങ്ങുക. ഭൗതിക നേട്ടത്തിന് വേണ്ടി, കാശിന് വേണ്ടി യൂദാസിനെ പോലെ കർത്താവിന് ഒറ്റിക്കൊടുക്കുന്നവർക്ക് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഭാഗധേയം, വിധി അത്തിമരത്തിൽ കെട്ടിത്തൂങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് കെട്ടിത്തൂങ്ങാനുള്ള അത്തിമരവും കയറും തയ്യാറാക്കി നിർത്തിയിരിക്കുക. ചത്താലും ചൊല്ലില്ല, ആത്മഹത്യ ചെയ്താലും ചൊല്ലില്ല, കെട്ടിത്തൂങ്ങിയാലും ചൊല്ലില്ല എന്ന് പറഞ്ഞ ആ കുർബാനയാണ് ഇപ്പോൾ നിങ്ങൾ ചൊല്ലി തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉസ്താദ് മാണിയുടെ ലീലാവിലാസങ്ങൾ. പണി വരുന്നുണ്ട് മാണിപ്പറമ്പ, സൂക്ഷിച്ചോ. എന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ഈ മുന്നേറ്റക്കാര്, വിമതര്, ഈ പപ്പരാറ്റ്സി എന്ന് പറയില്ലേ, ആ വിവരദോഷികളായ അവര് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അരി എവിടെ, തുണി എവിടെ, പറയൂ പറയൂ നമ്പൂരി. EMSന്റെ കാലത്തുള്ളൊരു മുദ്രാവാക്യാണിത്. ഇതുപോലൊരു നാറിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല. കരുണാകരന്റെ കാലത്തെ ഒരു മുദ്രാവാക്യമായിരുന്നു. അസത്യം കലർന്ന മുദ്രാവാക്യങ്ങളാണ്. അതിനേക്കാൾ എത്രയോ നാറിയ ഭരണം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ പല പരിവൃത്തി ഇതിങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവയിലെ അസത്യത്തിന്റെ അംശം വിസ്മരിക്കപ്പെടുകയും അത് സത്യമാണെന്ന് തോന്നിപ്പോവുകയും ചെയ്യും. ഒരു നുണ തന്നെ അങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കുക. ഒരു മുദ്രാവാക്യം, അസത്യമായ മുദ്രാവാക്യം പല പ്രാവശ്യം ആവർത്തിക്കുക. അപ്പോൾ അസത്യത്തിന്റെ അംശം പതുക്കെ വിസ്മരിക്കപ്പെട്ട് സത്യമാണെന്നുള്ള തോന്നൽ വരും. അതിങ്ങനെ കുറെ പേര് ഒരുമിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതൊരു വിഷം വമിക്കും, അതിൽ നിന്ന് വിഷം വ്യാപിക്കും. ഈ വിഷം കുറെ പേരുടെ ഇന്ദ്രിയങ്ങളെ തളർത്തും. തളർന്ന ഇന്ദ്രിയങ്ങൾക്ക് അസത്യത്തെ സത്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. അവര് ഈ ഇന്ദ്രിയങ്ങൾ തളർന്നു പോയാൽ അസത്യത്തെ സത്യമായി സ്വീകരിക്കാൻ അവര് തയ്യാറാകും. ഇത് M. കൃഷ്ണൻ നായർ സാഹിത്യഭാര ഫലത്തിൽ കുറിച്ചതാണ്. എന്തിനാണ് ഞാൻ ഇവിടെ ഇത് സൂചിപ്പിച്ചത്? ഈ വിമതരും, എറണാകുളം വിമതരും അൽമായ മുന്നേറ്റക്കാരും അസത്യമായ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുക. മാണിപ്പറമ്പനെ വിലക്കി പോളണ്ട് മെത്രാൻ. മാണിപ്പറമ്പനെ വിലക്കി പോളണ്ട് മെത്രാൻ. പോളണ്ട് മെത്രാൻ, അങ്ങനെ ഒരു മെത്രാൻ ഉണ്ടാവോ? ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യ മെത്രാൻ ഒരു മെത്രാൻ ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. ഈ വിമതർക്ക് എന്നെക്കാൾ വിവരമുണ്ടല്ലോ. വത്തിക്കാൻ വടിയെടുത്തു, മാണിപ്പറമ്പൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. വീഡിയോസ് ഒന്നൊന്നായി യൂട്യൂബിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്വേഷ പ്രചാരണ വീഡിയോസ്. ഏത് വീഡിയോസാണ്, എവിടെയാണ് നീക്കം ചെയ്തതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. മാണിപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇവരേതാണ് ഈ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നടക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ മാണിപ്പറമ്പന്റെ മലയാളത്തിലുള്ള വീഡിയോസ് കേട്ട് പോളണ്ടിലെ മെത്രാൻ ഏതെല്ലാം മെത്രമാർക്കാണാവോ അതിന്റെ മലയാളം മനസ്സിലായത്? അതിനെ വിലക്കാനേ. ഈ കുറച്ചെങ്കിലും കേട്ടാൽ വിശ്വസിക്കുന്ന നുണ വേണ്ടേ പ്രചരിപ്പിക്കാൻ മുന്നേറ്റക്കാരെ, വിമതരെ? കുറച്ചെങ്കിലും കേട്ടാൽ വിശ്വസിക്കാൻ തോന്നുന്ന നുണ വേണ്ടേ പറയാൻ? കഷ്ടം. പക്ഷെ ഈ കാളകൂട വിഷം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഇന്ദ്രിയങ്ങൾ തളർത്തും. അവർക്ക് സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ വരും. അത് അവരുടെ കൂട്ടത്തിലുള്ളവർക്കാണ്. എന്റെ കൂട്ടത്തിലുള്ളവർക്കോ സഭയുടെ കൂട്ടത്തിലുള്ളവർക്കോ പ്രശ്നം ഉണ്ടാവില്ല. അവർക്കത് അവരുടെ ഇന്ദ്രിയങ്ങൾ തളരില്ല.
പക്ഷേ അൽമായ മുന്നേറ്റക്കാരുടെയും വിമതരുടെയും കൂട്ടത്തിലുള്ളവർ പലരുടെയും ഇന്ദ്രിയങ്ങൾ തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അസത്യവും സത്യവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. അതാണ് അവരുടെ പ്രശ്നം. സത്യമേത് അസത്യമേതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം, ഇരുളേത് വെളിച്ചമേത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നു. അതിങ്ങനെ കുറെ നാള് പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാപമാണെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ വരും. അതിനാണ് ഹൃദയകാഠിന്യം എന്ന് പറയണേ. ഈ മറ്റന്നാള് ഞാൻ പൗലോസ്ലിഹ സഭകൾ സ്ഥാപിച്ച ഗ്രീസിലെ ആഥൻസ്, പിന്നെ കൊരിന്തോസ് എന്നീ പട്ടണങ്ങളിലേക്ക് പോകുകയാണ്. പുരാതന പട്ടണങ്ങളാണ്. അവിടെ ഒന്നും പള്ളിയില്ല. പിന്നെ യോഹന്നാൻ സ്ലീഹ പ്രവാസത്തിലായിരുന്ന പത്മോസ് ദ്വീപിലേക്ക് പോകും. വെളിപാട് പുസ്തകം രചിക്കപ്പെട്ട പത്മോസ് ദ്വീപ്, 18 മാസം യോഹന്നാൻ അവിടെ പ്രവാസത്തിലായിരുന്നു. ഒരു 40 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ കോൺഫറൻസ് ഉണ്ട്. പ്രധാനമായും എന്റെ കോൺഫറൻസ്, കുർബാന, വേറൊരു അച്ഛനും കൂടിയുണ്ട്, പിന്നെ പള്ളിപ്രസംഗം, പിന്നെ ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രപരമായ വസ്തുതകൾ, ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോ ഈ ആഥൻസ് നഗരത്തിലും അതുപോലെ പഴയ കൊറിന്തോസിലൊന്നും അങ്ങനെ അവശിഷ്ടങ്ങളേ ഉള്ളൂ, പഴയ പട്ടണങ്ങളുടെ. അവിടെ ഒന്നും പള്ളിയില്ല. പൗലോസ്ലിഹ എവിടെയാണ് സ്ഥിരമായിട്ട് വന്ന് പ്രസംഗിച്ച, ഇതൊക്കെ ഞാൻ ചെറിയ വീഡിയോസിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഇടും ചെയ്യാം. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് നമ്മൾക്ക് കുർബാന അർപ്പിക്കാൻ ഒരു മോഹമുണ്ട്. പക്ഷെ അവിടെ നമുക്ക് കുർബാന അർപ്പിക്കാനായിട്ട് നമുക്ക് പള്ളിയില്ല. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ പള്ളിയില്ലാത്തൊരു സ്ഥലത്ത്, ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് പൗലോസ്ലിഹ അങ്ങനെ കയറി നിന്ന് പ്രസംഗിച്ച ആരിയോപാഗസ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ കപ്പലിറങ്ങി വന്നിട്ട് പ്രസംഗിച്ചിരുന്ന സ്ഥലം, 1.5 വർഷത്തോളം കൊരിന്തോസിൽ പൗലോസ് താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കുർബാന അർപ്പിക്കണമെങ്കിൽ എന്താ ഒരു മാർഗം? പള്ളിയില്ല, ബലിപീഠമില്ല. എന്താ മാർഗം? സഭയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, പക്ഷെ അൽമായ മുന്നേറ്റക്കാർക്കും വിമതർക്കും അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മൾ ദപ്പ എന്ന് പറയുന്ന സംഗതിയുണ്ട്. തബലൈത്ത എന്നൊക്കെ പറയും. ലിറ്റർജിയെ കുറിച്ചുള്ള എന്റെ ക്ലാസ്സിൽ ഞാൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അത് കാണിക്കുകയാണ്. ഇത് നിങ്ങൾ കാണണം. നമ്മൾ വളരെ ഭദ്രമായി, ഇതിനൊരു മറ്റൊരു കവർ കൂടിയുണ്ട്. ആ കവറിലാണ് ശരിക്കും വെക്കേണ്ടത്. അതൊന്ന് വാഷ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ഇത് നാളെ പോകേണ്ട കാരണമുള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഈ ദപ്പ എന്ന് പറയുന്നത്. പോർട്ടബിൾ ഓൾട്ടർ എന്നാണ് ഇത് പറയുക. പോർട്ടബിൾ ഓൾട്ടർ, കൊണ്ടു നടക്കാവുന്ന അൾത്താര. അത് നമ്മുടെ സാധാരണ മറ്റേ അൾത്താര പോലെ തന്നെ നമുക്ക് വഴിയിൽ വെച്ചോ യാത്രയിലോ കുർബാന അർപ്പിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു അൾത്താരയാണ്, ബലിപീഠമാണ് ഈ ദപ്പ എന്ന് പറയുന്ന, തബലീത്ത അല്ലെങ്കിൽ തബലൈത്ത എന്ന് പറയുന്ന ഈ പോർട്ടബിൾ ഓൾട്ടർ. ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ തുണികളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. ഇതിന്റെ മറ്റു വിശദാംശങ്ങളൊക്കെ ഞാൻ ആ ലിറ്റർജിയെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഗ്രീസിൽ പോയിട്ടുണ്ട്. അവിടെ കുർബാന അർപ്പിക്കുന്ന സംഗതികൾ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ വിമതരും മുന്നേറ്റക്കാരും എടുത്തിട്ട് ദേവാലയവിരില്ലാതെ മാണിപ്പറമ്പൻ കുർബാന അർപ്പിക്കുന്നു, ബലിപീഠമില്ലാതെ കുർബാന അർപ്പിക്കുന്നു, പള്ളിയില്ലാതെ കുർബാന അർപ്പിക്കുന്നു, പിന്നെയാണോ ഇവിടെ വന്നിട്ട് ഏകീകൃത കുർബാന വേണം, ദൈവോന്മുഖ കുർബാന വേണം എന്നൊക്കെ പറയണേ എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോസ് എടുത്തിടുന്നുണ്ട്. ഇവർക്ക് ഈ വക കാര്യങ്ങൾ യാതൊന്നും അറിയില്ല. നമ്മളൊരു പള്ളിയില്ലാത്ത സ്ഥലത്ത് പോയാൽ കുർബാന അർപ്പിക്കാൻ എന്താണ് മാർഗം എന്ന കാര്യം അവർക്കറിയില്ല. നമ്മൾ ഏകീകൃത കുർബാന വേണമെന്ന് പറഞ്ഞാൽ അതാണ് പൊതു മാനദണ്ഡം. അതേസമയം നമ്മൾ വളരെ ആദിവാസികളുടെ ഇടയിൽ പോയി, അവിടെ പള്ളിയൊന്നുമില്ല. അപ്പൊ നമുക്ക് കുർബാന അർപ്പിക്കാനോ? നമ്മൾ ഈ പോർട്ടബിൾ ഓൾട്ടർ കൊണ്ടുപോകും, കൊണ്ടു നടക്കാവുന്ന ആൾക്കാരെ കൊണ്ടുപോയി അങ്ങനെയാണ് കുർബാന അർപ്പിക്കുക. അങ്ങനെയാണ് സഭയുടെ നിയമം. ഇത് മനസ്സിലാക്കാതെ വെറുതെ അന്നത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മുൻപ് ഇപ്പൊ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഈ ഗ്രീസിലും ഇവിടെയൊക്കെ. അത് ഇങ്ങനെയുള്ള കോൺഫറൻസും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് ഗ്രീസിൽ പോയപ്പോൾ അപ്പോഴും വേറൊരു അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 50 പേരുണ്ടായിരുന്നു. അപ്പൊ ആ അച്ഛനാണ് അവിടെയുള്ള, അത് നമ്മൾ ഫിലിപ്പി ലേഖനം ഉണ്ടല്ലോ, ആ ഫിലിപ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഗ്രീസിന്റെ വടക്ക് ഭാഗത്ത്. തെസലോണിക്കയിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങനെ ഫിലിപ്പിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പള്ളിയിൽ ഓർത്തഡോക്സ് പള്ളിയുണ്ട്. ഗ്രീസിൽ പ്രധാനമായും ഓർത്തഡോക്സുകാരാണ്, ഗ്രീക്ക് ഓർത്തഡോക്സ്. അപ്പൊ അവിടെ ഗ്രീക്ക് ഓർത്തഡോക്സിന്റെ പള്ളിയുണ്ട്. അപ്പൊ ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാകണം, അതൊക്കെ അച്ഛനാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഗ്രീസിൽ പോണേ, 50 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കുർബാനക്കിടയിൽ പ്രസംഗം എന്റെയാണ്. ഞാൻ പ്രസംഗം പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഒരു കപ്പ്യാര് പോലത്തെ ഒരാളോട് അച്ഛനൊക്കെ സംസാരിച്ചു. അങ്ങനെ കുർബാന തുടങ്ങി.
ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പള്ളിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു ഗാർഡിയനോ അങ്ങനെ ഒരാൾ വന്നു. അദ്ദേഹം പുറകിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കൊട്ടിയിട്ട് പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പേടിച്ചു പോയി, എന്താണാവോ ദേശവിരുദ്ധമായിട്ട് വല്ലതും പറഞ്ഞോ എന്നൊക്കെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കിവിടെ കുർബാന അർപ്പിക്കാൻ പറ്റില്ല. പ്രസംഗം നിർത്തിക്കോ, പ്രസംഗം അവസാനിപ്പിക്കാം, പ്രസംഗം നിങ്ങൾ പൂർത്തിയാക്കിക്കോ, അതിന് പുറത്തിറങ്ങണം. അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുർബാന പകുതി. അപ്പൊ ഞങ്ങൾ നേരെ മുമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അരുവി. അപ്പൊ അവിടെ നമ്മുടെ ഗൈഡ് പറഞ്ഞു, ഈ അരുവിയിലാണ് പൗലോസ്ലീഹ ലിതിയായി മാമോദിസ മുക്കിയത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് താനും. അതായത് യൂറോപ്പിലെ ആദ്യത്തെ സ്ത്രീ മാമോദിസ മുക്കപ്പെട്ടതാണ്. അതിന് തൊട്ട് മുമ്പിലാണ് ഈ ഓർത്തഡോക്സ് പള്ളി. അപ്പൊ ഞങ്ങള് ഈ ലിഡിയായെ, യൂറോപ്പിലെ ആദ്യത്തെ വനിതയെ പൗലോസ്ലീഹ മാമോദിസ മുക്കിയ ആ ലിഡിയായി മാമോദിസ മുക്കിയതിന്റെ അവിടെ വെച്ച് ഞങ്ങള് ഈ ദപ്പൊക്കെയിട്ട് ഞങ്ങൾ കുർബാന കണ്ടിന്യൂ ചെയ്തു. കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കുർബാന പൂർത്തിയാക്കാൻ നിങ്ങൾ അനുവദിക്കാതിരുന്നേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ലത്തീൻ സഭയുടെ ഈ ജനാഭിമുഖ കുർബാന കൂദാശയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ലത്തീൻ സഭയുടെ ഈ ജനാഭിമുഖ കുർബാന കൂദാശയായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നില്ല. പള്ളിയിൽ കൂദാശ അർപ്പിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് സമ്മതിക്കാത്തത്. ഗ്രീക്ക് ഓർത്തഡോക്സിലെ അതിന്റെ ആ പള്ളിയുടെ ഗാർഡിയൻ പറഞ്ഞ കാര്യം പറയണേ. അതായത് ഓർത്തഡോക്സുകാര് ലത്തീൻ സഭയിലെ ജനാഭിമുഖ കുർബാനയെ കൂദാശയിൽ കാണുന്നില്ല. അത് പെന്തക്കോസ്തക്കാരുടെ ഒരു പരിപാടി പോലെ, ഇല്ല ഒരു കൂട്ടപ്രാർത്ഥന പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഒരു സാമൂഹിക മീറ്റിംഗ്, ദൈവോന്മുഖമായിട്ടല്ലെങ്കിൽ കൂദാശയാകില്ലെന്നാണ് ഓർത്തഡോക്സുകാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവിടെ കുർബാന ചൊല്ലാൻ അനുവദിക്കാതിരുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഇതുപോലെ കുർബാന അർപ്പിക്കാൻ കഴിയില്ല, അവരനുവദിക്കില്ലേ പലയിടത്തും. അപ്പോഴൊക്കെ നമുക്ക് ഈ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കാവുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ ദപ്പ അല്ലെങ്കിൽ തബലീത്ത അല്ലെങ്കിൽ തബലൈത്ത വേണം. ഇപ്പൊ ഞാൻ പോയി 12 ദിവസം ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഇതിന്റെ ഫോട്ടോസൊക്കെ അവരിടും. അപ്പൊ നിങ്ങൾ പിന്നെയും മാണിപ്പറമ്പളിച്ചൻ ദേവാലയവിരിയില്ലാതെ ജനാഭിമുഖമായി പിന്നെ ബലിപീഠമില്ലാതെ കുർബാന അർപ്പിക്കുന്നു പറഞ്ഞ് വീഡിയോസ് ഇടും. ഈ പറഞ്ഞ അൽമായ മുന്നേറ്റക്കാരും വിമതരും. അവർക്ക് വിവരമില്ല, ലോക പരിചയമില്ല. നമ്മൾ വിചാരിക്കും കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഏരിയയാണ് എറണാകുളം. വെറുതെ പറയാ. അവര് പൊട്ടക്കുളത്തിലെ തവളകളാണ്. അവർക്ക് ഈ ലോകം എന്തെന്നറിയില്ല, സഭ എന്തെന്നറിയില്ല, സുറിയാനി സഭ എന്തെന്നറിയില്ല, കൽതായ സഭ എന്തെന്നറിയില്ല, യാതൊന്നും അറിയില്ല. കുറച്ച് പണം ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഭൗതിക കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഈ ആധ്യാത്മികവും കൗതാശികവും സഭാത്മകവുമായ കാര്യങ്ങളിൽ അവർ വട്ടപൂജ്യമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ എന്റെ പിന്നാലെ നിന്നിട്ട് എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇത്തരം അറിവില്ലായ്മയിൽ നിന്നുള്ള ചില ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്തിടുന്നത്. അപ്പൊ നിങ്ങൾ ഈ എന്റെ സഭയോടൊപ്പം നിൽക്കുന്നവർ നിങ്ങൾ അറിഞ്ഞിരുന്ന കൊള്ളാം. കാരണം നിങ്ങൾക്കും ഈ വക കാര്യങ്ങളിൽ അറിവില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും അവരുടെ പ്രചാരണത്തിൽ പെട്ടുപോകാം. ഈ എറണാകുളം എന്താണ് വോയിസ് ഓഫ് എറണാകുളം, കലയന്താനി കാഴ്ചകൾ, അങ്ങനെ അവർക്കൊന്നും ഇരിക്കപ്പുറതിയില്ല. പിന്നെ ഇപ്പം കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ അനുവാദം ഇല്ലാണ്ട് എന്നൊക്കെ ചേർത്തിരിക്കുക. എന്തിനെന്നറിയോ? ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ മുഴുവൻ എന്നെ തെറി പറയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന, എന്നെ തെറി പറയാൻ വേണ്ടി കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ എന്റെ അനുവാദമില്ലാതെ അവരൊക്കെ ചേർത്തിരിക്കുക, എന്റെ പേര് ചേർത്തിരിക്കുക. ഞാൻ അവർ കിടക്കട്ടെ. ഈ പലരും എന്നോട് ചോദിക്കാൻ, അച്ഛന് ഈ തെറികൾ കേൾക്കും അച്ഛന് വിഷമമുണ്ടോന്ന്. എന്ത് വിഷമം? സത്യമായ കാര്യം വിമർശനമാണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളും. അല്ലാത്തതൊക്കെ ഇത്തരം വൃത്തികേടുകൾ പറയുന്നത് നമ്മൾ എന്തിനു വിഷമിക്കണം? അവരുടെ സ്റ്റാൻഡേർഡ്, അവരുടെ മനസ്സ്, അവരുടെ ഈ മലീമസമായ മനസ്സ് വെളിപ്പെടുന്നല്ലാതെ എന്നെ അത് ബാധിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എന്നെ ബാധിക്കുമെന്ന്? എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകും. എല്ലാവർക്കും അറിയാം എന്നെ ബാധിക്കില്ല. അത് ഒരു രോമം പോലും ബാധിക്കില്ല. അത് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഐൻസ്റ്റൈനെതിരെ 100 ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഹിറ്റ്ലർ ഒരു പുസ്തകം എഴുതിച്ചു ഐൻസ്റ്റൈനെതിരെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ 100 ശാസ്ത്രജ്ഞന്മാരൊന്നും എനിക്കെതിരെ എഴുതേണ്ട കാര്യമില്ല, ഒരാൾ പറഞ്ഞാൽ തന്നെ അധികം. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ 100 ശാസ്ത്രജ്ഞന്മാരൊന്നും വേണ്ട, ഒരാൾ പറഞ്ഞാൽ മതി. മാണിപ്പറമ്പലച്ചന് തെറ്റുപറ്റാം, മനുഷ്യനാണ്, തെറ്റുപറ്റാം. നിങ്ങൾ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടും പുറകെ ഇങ്ങനെ പപ്പരാക്സികളെ പോലെ പിന്നാലെ നടന്ന് എന്റെ മുറയിൽ തകർക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ മതി, ഞാൻ സ്വീകരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് ബോക്സ് അടയ്ക്കാത്തതിന്റെ കാരണം. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ കറക്റ്റായിട്ട്, ചിലപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ട്, നാക്കുപിഴ വന്നിട്ടുണ്ട്, ചിലപ്പം ഓർമ്മ ഇല്ലേ, ചില പേരുകൾ പറഞ്ഞപ്പോഴും കൊല്ലം പറഞ്ഞ വ്യത്യാസം വന്നിട്ടുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് എന്റെ കണ്ണിൽപ്പെട്ടതിനെല്ലാം നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുപറ്റാം, എനിക്ക് ഇല്ലെന്നില്ല. പക്ഷേ
ഈ മൊറയിൽ തകർക്കാമെന്ന് വിചാരിച്ചിട്ട് വൃത്തികേടുകൾ പ്രചരിപ്പിച്ചാൽ അത് നമ്മളെ ബാധിക്കില്ല. ഈ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലും മാണിപ്പറമ്പത്തിലും ചില സ്ത്രീകൾ നിൽക്കുന്ന ഫോട്ടോഗ്രാഫ്സ് തപ്പിയെടുത്ത് മോശം ക്യാപ്ഷനുകളിട്ട് പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ നടത്തിയാൽ മാണിപ്പറമ്പലിച്ചന് മുറയെ തകർക്കാം, സഭയെ തകർക്കാം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാണ്, ആ പരിപ്പ് ഇവിടെ വേവില്ല, ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇപ്പോ എനിക്ക് ഒരു സ്ത്രീ ഇട്ടുന്നൊരു ഫോട്ടോ, അതായത് ജർമ്മനിയിലെ ബെർലിനില് അവിടെ ഞാൻ 5 കൊല്ലം കൊണ്ട് 30 ധ്യാനങ്ങൾ, വീക്കെൻഡ് റിട്രീറ്റ്, വെള്ളി ശനി ഞായർ അങ്ങനെ 30 ധ്യാനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ജർമ്മനിയിലെ ബെർലിനില്. അവിടെ ഒരു കൊല്ലം, 2010 മറ്റാന്ന് തോന്നുന്നു, 2007 മുതലാണ് ഞാൻ യൂറോപ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത്. 2003 ഞാൻ വിദേശത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2003 ആ കൊല്ലമാണ് എന്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞത്. 2007 ഞാൻ യൂറോപ്പിൽ തുടങ്ങുന്നത്. അങ്ങനെ ആ സമയത്ത്, അപ്പോൾ ആ ഘട്ടത്തിൽ ഏതോ ഒരു സമയത്തുള്ള ഒരു ഫോട്ടോ, അതായത് ആ സമയത്ത് ബെർലിനിൽ എന്നെ ക്ഷണിക്കാൻ, ഈ പോളണ്ടിലേക്ക് എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് വന്നു. അതിന്റെ ലീഡർ എന്റെ കുറച്ച് പേരുണ്ടായിരുന്നു. അവര് ജർമ്മനി എന്നാണ് എന്റെ ഓർമ്മ. അവര് നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോയിൽ അതിന്റെ ലീഡർ ഇങ്ങനെ എന്നോട് ചേർന്ന് ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട് എന്നെ, അതായത് അടുപ്പം കാണിക്കുന്നത്. ആ ഫോട്ടോ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആരോ ഇട്ടിട്ട് അതിന്റെ താഴെ ഒരു കമന്റ്. എന്താണ് കമന്റ്? പൊതുസ്ഥലത്ത് പരസ്യമായിട്ട് പകൽ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് അത് തപ്പിയെടുത്തിട്ട് അതിന് ക്യാപ്ഷൻ ഇട്ടിരിക്കുകയാണ്. എന്താണ് ആ ക്യാപ്ഷൻ? ഇങ്ങനെയാണ്: ഉസ്താദ് മാണിപ്പറമ്പൻ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ നാസ പുറത്തുവിട്ടു. അതാണ് അതിന്റെ ക്യാപ്ഷൻ. ഉസ്താദ് മാണിപ്പറമ്പൻ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ നാസ പുറത്തുവിട്ടു. നമ്മൾ എന്തായാലും ഉത്തരം പറയുക? അത് എനിക്ക് അയച്ചു തന്നത് എന്റെ ഇതിലേക്ക് എങ്ങനെയോ നമ്പർ തട്ടിയിട്ട് ഏതൊരു നിമ്മി, ഈ ആഭിചാര കുർബാന കണ്ട് മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു നിമ്മി ആ ഫോട്ടോഗ്രാഫ് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അതിന് താഴെ അവളുടെ വക ഒരു ക്യാപ്ഷൻ: ഉസ്താദ് മാണിപ്പറമ്പൻസ് ലീലാവിലാസങ്ങൾ. പിന്നെ വീണ്ടും ഒരു കമന്റ്: നല്ല ചേർച്ച, മക്കൾക്ക് ആരുടെ നിറമാണ്? ഞാൻ ഇച്ചിരി ഇരുണ്ട നിറമാണ്, ആ സ്ത്രീ വെളുത്തതാണ്, യൂറോപ്യൻ കളർ. അപ്പോ ഞാനും കൂടെ നിൽക്കുന്ന പരസ്യമായി വലിയ അവരുടെ കൂടെ ഉള്ളവരാണ് ഫോട്ടോ എടുത്തെന്ന് ഓർക്കണേ. പൊതുസ്ഥലത്ത് പകൽ സമയത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് പറയാണ്, അവരിങ്ങനെ വൃത്തികേട് ഊഹിച്ച് അല്ലേ, അങ്ങനെ മക്കൾക്ക് ഏത് കളറാണ്? ഈ നിമ്മി ഏതാ നിമ്മി എന്ന് എനിക്കറിയില്ല. ആ നിമ്മിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് തോന്നിയ കാര്യമാണ്. ഈ നിങ്ങളുടെ കെട്ടിയോന് നിറമില്ലാത്തതും കഴിവില്ലാത്തതും നിന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാത്തതും നീ ഇങ്ങനെ പരസ്യമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ നിന്റെ പിള്ളേർക്ക് നീ വിചാരിച്ച നിറമല്ല എന്നതിന്റെ കുറ്റം എനിക്കാണോ? നിമി, നിന്റെ കെട്ടിയോൻ വേറെ സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന കണ്ടാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ലീലാവിലാസമാണെന്നാണോ നീ കരുതുന്നത്? അതോ ഇനി ലീലാവിലാസം എന്ന വാക്കിന്റെ അർത്ഥം നിനക്ക് അറിയാത്തത് കൊണ്ടാണോ? നീ ബൈബിള് വായിച്ചിട്ടുണ്ടോ നിമി? മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 9-ാമത്തെ വായിച്ചേ. സ്ത്രീകള് കർത്താവിന്റെ കാൽക്കൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ആരാധിച്ചെന്ന. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ? 1 മുതൽ 17 വരെ. നീ എന്നെ പിടിച്ചു വെക്കാതിരിക്കുമെന്നാണ് മറിയം മഗ്ദലേനോട് ഈശോ മിശിഹ പറയണേ. മറിയം മഗ്ദലേന അങ്ങനെ പിടിച്ചു വെക്കുകയാണ് ഈശോയെ. ലൂക്കാസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ നിമ്മി? അവിടെ ഒരു സ്ത്രീ കർത്താവിന്റെ കാൽക്കലിരുന്നു. അവള് കാൽക്കലിരുന്നപ്പോൾ അവളുടെ പാപത്തെക്കുറിച്ച് ഓർത്തു, കണ്ണീര് ഒഴുകാൻ തുടങ്ങി. അത് കർത്താവിന്റെ കാൽക്കൽ വീണു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടപ്പം അവള് തലമുടി കൊണ്ട് തന്നെ തുടച്ചു. പിന്നെ തെരുതര ചുംബിക്കാൻ തുടങ്ങി. കർത്താവ് കാല് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല, അവള് ചുംബിക്കുന്നതിൽ നിന്നും വിരമിച്ചിട്ടില്ലെന്ന് ആ ഫരിസയനായ ശിമയോനോട് പറയുകയും ചെയ്തു. അപ്പോ ഈശോ മിശിഹായുടെ ലീലാവിലാസങ്ങൾ എന്ന് നിമ്മി പറയുമായിരുന്നല്ലോ. സ്ത്രീകൾ ഈശോയെ കെട്ടിപ്പിടിക്കുന്നു, മറിയം മഗ്ദലേന കെട്ടിപ്പിടിക്കുന്നു, ഈ സ്ത്രീ കാലിങ്ങനെ തെരുതര ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയൊന്നും എന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ടും മാണിപ്പറമ്പന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്ന നിമ്മി ഈശോ മിശിഹായുടെ ലീലാവിലാസങ്ങൾ എന്ന് എഴുതി വിടുമായിരുന്നല്ലോ. പിന്നെ അങ്ങനെ ഒരാണും പെണ്ണും സുഹൃത്തുക്കള് ചേർന്ന ഉടനെ കുട്ടി ഉണ്ടാവുക, പിന്നെ കുട്ടികൾക്കുള്ള നിറം അന്വേഷിച്ച് പോകുക. എന്തൊരു കഷ്ടമാണ് ഈ നിമ്മി നീ ചെയ്യുന്നത്. നീ മാത്രമല്ല, നിന്റെ കൂടെയുള്ള സകല മനുഷ്യരും ഇങ്ങനെയാണ്. ആണും പെണ്ണും ഇതുപോലെയാണ്.
എനിക്ക് ഇതിനേക്കാളും കൗതുകം തോന്നിയൊരു സംഗതിയുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള മിക്കവാറും എല്ലാ വർഷവും യൂറോപ്പിൽ നിന്നുള്ള ഒരു 36-40 പേരെ തോമാസിലെ കാൽപാദങ്ങൾ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാറുണ്ട് എല്ലാ വർഷവും. ചില സമയത്ത് അതായത് കുറെ പേര് വന്നിട്ട് രണ്ടാമത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് സേവിയർ, മദർ തെരേസ, അതുപോലെ ഈ കൽക്കട്ട, ഗോവ ഇങ്ങനെ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം ധ്യാനം ക്ലാസ്സുകളാണ്. അതിന്റെ കൂട്ടത്തിൽ ജീവിതത്തിൽ ഒരിക്കലാക്കിയാണ് ഇന്ത്യയിൽ വരാൻ പറ്റുക. അപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ താജ്മഹലോ അങ്ങനെയെല്ലാം കാണിച്ചു കൊടുക്കും ചെയ്യും. അപ്പൊ ഒരു അല്പം വിനോദമുണ്ട്, എന്നാൽ കൂടുതലും ധ്യാനമാണ്. അങ്ങനെ വന്നൊരു സമയത്ത് ഞാനും ഗോവയിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു കാപ്പി കുടിക്കുന്ന സമയത്ത് ഞാനും കുറച്ചുപേരും ഡാൻസ് ഇല്ലേ, നമ്മളൊരു ഗ്രൂപ്പാകുമ്പോൾ ഡാൻസ് ചെയ്യുന്നു. പരസ്യമായിട്ട് ഇല്ലേ, ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിലാണെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മളത് ആനിമേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനും അവരും ഡാൻസ് ചെയ്യുന്നൊരു വീഡിയോ, ഒരു ചെറിയ ഡാൻസ്, വലിയ ഡാൻസ് ഒന്നും എനിക്ക് ഡാൻസ് അറിയില്ല, ഒന്ന് ആനിമേറ്റ് ചെയ്യുന്നതാണ്. അത് വീഡിയോ എടുത്തിട്ട് ആ അച്ഛനാണല്ലോ, അപ്പൊ അതുകൊണ്ടൊരു അവർക്കൊരു സംഗതി ഉണ്ടാകുന്നൊരു വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ചിലപ്പോൾ എന്റെ സൈറ്റിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അതെടുത്തിട്ട് പ്രചരിപ്പിക്കുന്ന ആരാന്നറിയാമോ? ഇരിങ്ങാലക്കുട രൂപതയിലെ ചില അച്ഛന്മാര്. അതിൽ ഒരച്ഛൻ കഴിഞ്ഞതിന് മുമ്പിലത്തോളം 75 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ആളാ. അപ്പോ ഞാനും ഈ കുറച്ച് യൂറോപ്യൻസും പരസ്യമായിട്ട് റെസ്റ്റോറന്റിന് മുമ്പിൽ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പിക്നിക്കിന്റെ മൂഡില് ഡാൻസ് പോലെ ചെയ്യുന്നത്, അത് കണ്ടിട്ട് ഇവർക്ക് വികാരം അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ 75-77 വയസ്സ് കഴിഞ്ഞ ഈ അച്ഛന്റെ ഒക്കെ എന്തായിരുന്നു അവരുടെ ബ്രഹ്മചര്യം? എന്തായിരുന്നു അവരുടെ ഈ കണ്ണടക്കവും കയ്യടക്കവും ഒക്കെ? അവർക്ക് ഇങ്ങനെ വികാരങ്ങളുടെ തരിപ്പ് മാറണില്ലേ? ഇത് കാണുമ്പോഴേക്കും ഇങ്ങനെ വികാരം കൊള്ളുകയാണോ? അച്ഛന്മാർക്ക് ചേർന്ന പണിയാണോ ഇത് കിട്ടിയപാടെ തന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അതും എമരിറ്റസ് ആയ ആളുകൾ. ഇത് ഞരമ്പ് രോഗമല്ലേ? അതും എന്റെ സഹോദര വൈദ്യരിൽ ഒരാള്, എന്റെ സീനിയർ ആയിട്ടുള്ള ഒരാള്. കഷ്ടമാണ് കേട്ടോ, കഷ്ടം. എനിക്കല്ല കഷ്ടം, നിങ്ങൾക്ക്. ചുരുക്കത്തില് ഞാൻ ഈ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് എന്താണ് കാര്യങ്ങൾ? എന്ത് കാര്യമാണ്? ഒരു പുരുഷനെയും സ്ത്രീയും ഒരുമിച്ച് കണ്ടാൽ ഉടനെ തന്നെ വൃത്തികേടുകളാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? അതും തരം താണ ലൈംഗിക ചിന്തകൾ മാത്രം. എന്തുകൊണ്ട്? ഞരമ്പ് രോഗികള്, പൊതുവെ കേരളക്കാർ ഞരമ്പ് രോഗികളെന്ന് പറയും. നമ്മൾ ഈ ക്രിസ്ത്യാനികൾ അങ്ങനെയാകാൻ പാടുണ്ടോ? അതിൽ വൈദികർ അങ്ങനെയാകാൻ പാടുണ്ടോ? ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയൂ. ഈ തീരെ തറയായിട്ട് ശീലശുദ്ധിയില്ലായ്മയാണ് ഈ എറണാകുളം വിമതരുടെ, അതുപോലെ അൽമായ മുന്നേറ്റക്കാരുടെ ഒരു പൊതു സ്വഭാവം. അധാർമികത പോറ്റി വളർത്തുന്നവരാണ് അവര്, അധാർമികതയെ. അപ്പൊ അവർക്ക് അതാണ് അവർ പൊതു നയം. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ കഴിയൂ. പിന്നെ നിങ്ങൾ ചില സാംസ്കാരികമായിട്ട് ചില കാര്യങ്ങൾ അറിയണം. യൂറോപ്പിൽ, പ്രത്യേകിച്ച് പോളണ്ടിലൊക്കെ വന്ദനം എന്ന് പറയുന്നത്, അഭിവാദ്യം എന്ന് പറയുന്നത് ആലിംഗനം ചെയ്താണ്. സ്നേഹം തോന്നിയാൽ അവർ കവിളിലൊക്കെ അങ്ങനെ ചുംബിക്കും ചെയ്യും. വളരെ സ്നേഹം തോന്നിയാൽ അവർ കെട്ടിപ്പിടിച്ച് അത് സ്നേഹം കാണിക്കും. അവർക്ക് യാതൊരു വൈക്ലഭ്യ കാര്യത്തിലില്ല. ഗാഠമായ ആലിംഗനം ചെയ്യും ചിലപ്പോ. അത് ഞാനിപ്പം എത്ര വർഷമായി ഇവിടെ, അപ്പൊ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കും. പക്ഷേ രഹസ്യത്തില് സൂത്രത്തിലൊന്നും ചെയ്യില്ല. രണ്ടുപേര് മാത്രമുള്ളപ്പോൾ അത് ചെയ്യില്ല. ഞാൻ ക്രാക്കോയിൽ ഒരു ധ്യാനത്തിന് പോയപ്പം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് എന്റെ ധ്യാനം സംഘടിപ്പിക്കണേ. അപ്പൊ തലേ ദിവസം ആ സ്റ്റേഡിയം കാണിക്കാനും പിന്നെ മൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ തന്നെ എന്റെ ഒരു ട്രാൻസ്ലേറ്റർ, എനിക്കിവിടെ സ്ത്രീകളായിട്ട് തന്നെ 4-5 ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പുരുഷന്മാരായിട്ട് 2 ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഓർഗനൈസേഴ്സ് ഉണ്ട്. അവരെല്ലാം ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്റെ കൂടെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ഓർഗനൈസേഴ്സ് പോയി. എന്റെ കൂടെ തർജ്ജമ ചെയ്യാനുള്ള ഒരു 30 വയസ്സുള്ള സ്ത്രീ ആയിരിക്കണം എന്റെ കൂടെ ഈ ഇൻഡോർ സ്റ്റേഡിയം കാണിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഈ മൈക്കും മറ്റു സംഗതികൾ കാണിക്കാൻ. അപ്പൊ അവര് മുൻപും പല പ്രാവശ്യം എന്റെ പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കര എന്റെ ഒരു ഫാനാണ്. അങ്ങനെ അവിടെയെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാണ്, എനിക്ക് അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മൻ തരണമെന്നുണ്ട്. പക്ഷെ ഇവിടെ ആരും ഇല്ലാണ്ടായി പോയി. അതായത് രഹസ്യത്തില് രണ്ടുപേര് തനിച്ചായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല അത്. കാരണം ഇത് സൗഹൃദത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ ആരും ഇല്ലാതായി പോയി. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ ചെയ്തേനെ. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് അച്ഛന്റെ ക്ലാസ്സും. അങ്ങനെ ഞാൻ ഇത്തവണ ഈ അമേരിക്കയിൽ പോയി ഈ ഫെബ്രുവരി മാസത്തിൽ. ഇവിടുന്ന് ഒരു വൈദികനാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്നു. അവിടെ സിസ്റ്റേഴ്സിന്റെ അവിടെയും അങ്ങനെ സ്ഥലത്തും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിരുന്നു. ഈ കത്തോലിക്ക കരിസ്മാറ്റിക് പ്രസ്ഥാനം തുടങ്ങിയ സ്ഥലത്തൊക്കെ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ
അവിടെ അപ്പം ഞാൻ മാത്രമാണല്ലോ ഇച്ചിരി ഇരുണ്ട നിറം, ബാക്കിയുള്ളവരൊക്കെ വെളുത്തവരാണ്. അപ്പൊ അവര് പറഞ്ഞു, ഓ ഇതാണല്ലേ മാണിപ്പറമ്പിലച്ഛൻ, അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. അപ്പോ എന്നെ കൊണ്ടുപോയി അച്ഛൻ, പോളണ്ടിൽ നിന്നുള്ള ആ അച്ഛൻ പറഞ്ഞത്, ഐ എം അണ്ടർ ദ സ്പെൽ ഓഫ് ഹിസ് സ്പീച്ചസ് എന്നാണ്. എന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൽ ആവേശിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പണമെടുത്ത് അദ്ദേഹം തന്നെ എല്ലാം ചെരുപ്പെടുത്തി എന്നെ കൊണ്ടുപോയത്. അവിടെ എനിക്കൊരു 10 പൈസ ചെലവില്ല, പിന്നെ എന്തിനെന്നെ കൊണ്ടുപോകണേ? എന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ട് അതല്ലേ ബൈബിളിനെ കുറിച്ചുള്ള വ്യാഖ്യാനം കേട്ട് അത് ആവേശിച്ചിരിക്കുകയാണ് അച്ഛനെന്നാണ് അച്ഛൻ പറഞ്ഞത്. അമേരിക്കയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ പറയാണ്, ഓ ഞങ്ങൾ അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു, ഇതാണല്ലേ മാണിപ്പറമ്പിലച്ഛൻ. ഈ ജൂലൈ മാസം ആദ്യത്തിൽ ഞാൻ ഇറ്റലി പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു 1.5 ആഴ്ച മുമ്പ്. അതിനു മുമ്പ് ഒരു മെയ് മാസത്തിലും ഞാൻ ഇറ്റലിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓസ്ട്രിയ, ഇറ്റലിയിലൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് ഇറ്റലിയുടെ റോമിൽ ചെന്നപ്പോ അപ്പൊ എന്റെ ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങള് എനിക്കൊന്ന് 39 പേരാണ്. ഈ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ കാണുമ്പോൾ ഒരാൾ ഓടി വന്ന് അച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്നെ കൊണ്ടുപോയ വികാരിയച്ഛനും എന്റെ കൂടെ ഉള്ളവരും പറഞ്ഞു, അച്ഛനൊരു സെലിബ്രിറ്റി ആണല്ലോ. റോമ എന്ന് പറഞ്ഞ നഗരത്തിൽ പോലും അച്ഛന് ആരാധകരുണ്ട്. ആരാധകർ എന്ന് പറഞ്ഞ ഫാൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ അതൊക്കെ അവർ ഫോട്ടോ എടുക്കും. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയുന്നതിൽ ക്ഷമിക്കണം, പക്ഷെ ചെറിയൊരു സെലിബ്രിറ്റിയാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതിന്റെയൊക്കെ ഫോട്ടോസ് അവർ ചിലപ്പം അവരുടെ ഫേസ്ബുക്കിൽ പേജിലിടാം, ചിലപ്പോൾ എന്റെ ഫേസ്ബുക്ക് പേജിൽ വരാം. ഇതൊക്കെ സ്വാഭാവികമായ സംഗതിയാണ്. ഇത് മറ്റൊരു സംസ്കൃതിയുടെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ചെയ്യുന്ന രീതിയാണ്. അതിനെല്ലാം ഈ തെറ്റായ ചിന്തയിലൂടെ മോശമായി കണ്ട് അതെല്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എത്ര തരംതാണ പരിപാടിയാണ്. അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ ഞാൻ ഫ്രാൻസിൽ ലൂർദിലായിരുന്നു. അവിടെ ലൂർദിൽ എന്റെ കൂടെ അപ്പോഴും ആൾക്കാരുണ്ട്. ഒരു ഇന്ത്യക്കാരൻ വൈദികൻ വളരെ ദൂരെ നിന്ന് ഓടി വന്ന് ഷെയ്ഖന്റെ എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞു മാണിപ്പറമ്പിലച്ഛനാണ് അല്ലേ, മാണിപ്പറമ്പിലച്ഛനാണ്, ഞാൻ അച്ഛൻ വീഡിയോസ് കാണുന്ന ആളൊക്കെ പുള്ളി പരിചയപ്പെടുത്തി. അപ്പോഴും എന്റെ കൂടെയുള്ളവർക്ക് അത്ഭുതമായി. ഈ ഫ്രാൻസ് ലൂർദിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. അവിടെയും എന്നെ തിരിച്ചറിയാൻ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞു എന്നെ പുകഴ്ത്താന്ന് വിചാരിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള്, പിന്നെ എനിക്കിവിടുത്തെ ഭാഷകളൊന്നും തന്നെ കാര്യമായിട്ട് അറിയില്ല. അത്യാവശ്യം കുർബാന ചൊല്ലാനൊക്കെ അറിയാം. പക്ഷെ അപ്പൊ നമ്മുടെ ഈ മംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു ഇംഗ്ലീഷാണ്. അതൊക്കെ നമ്മളങ്ങനെ ശീലിച്ചു പോയി. നമുക്ക് ബ്രിട്ടീഷ് ആക്സന്റോ അമേരിക്കൻ ആക്സന്റോ ഒന്നും ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് ആക്സന്റ് ഉള്ള, അതും നമ്മൾ അത്ര സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നവരല്ലല്ലോ. ആ ഇംഗ്ലീഷ് ഭാഷയിൽ അത്ര ഹൈ അല്ലാത്തൊരു ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് വരികയും സ്ഥിരമായിട്ട് അവരിങ്ങനെ ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു കാമ്പ് ഉണ്ടാകുമല്ലോ. നിങ്ങൾ എന്റെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. അതിനകത്ത് കാമ്പുണ്ടോ ഇല്ലെന്ന് അറിയാം. നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കാതെ മാണിപ്പറമ്പിലച്ഛനുമായിട്ട് സംവാദത്തിന് തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഞാൻ സംവാദത്തിന് തയ്യാറാ, പരസ്യമായി സംവാദത്തിന് തയ്യാറാ. ഒറ്റ വ്യവസ്ഥ, ഞാൻ 105 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒരു പ്രാവശ്യം വായിച്ചിട്ട് വേണം വരാൻ. ഞാൻ എഴുതിയത് എന്തെന്നറിയാതെ എന്നോട് സംവാദത്തിന് വരുന്നത് ശരിയല്ലല്ലോ. മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യുന്നാൽ ചെറിയൊരു അറിവെങ്കിലും ഉണ്ടാവണ്ടേ. 105 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷും ഒക്കെ പോട്ടെ, ഇംഗ്ലീഷും ജർമ്മനും പോളിഷും ഒക്കെ പോകട്ടെ. മലയാളത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ അതൊന്ന് വായിച്ചിട്ട്, അത് വായിച്ച് ആരാണ് എല്ലാം വായിച്ചിരിക്കുന്നത് അവരുമായിട്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണ്. വിമതരോ മുന്നേറ്റക്കാരോ ആരായാലും എനിക്ക് വിരോധമില്ല. പക്ഷെ എന്റെ പുസ്തകങ്ങൾ വായിക്കാതെ ഞാനുമായിട്ട് സംവാദത്തിന് വരുന്നത് മര്യാദയല്ല. അപ്പൊ അത് ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഈ വോയിസ് ഓഫ് എറണാകുളത്തിനോ കലയന്താനിക്കോ മറ്റേ നിമ്മിക്കോ ആർക്ക് വേണമെങ്കിലും തപ്പാം. തപ്പിയാൽ ഇതിലുള്ളതോ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായ ഫോട്ടോഗ്രാഫ്സ് കിട്ടും. പിന്നെ ഇപ്പം AI ടൂള്, ഡീപ്പ് ഫേക്ക്, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ടും വേണമെങ്കിൽ ഈ മാണിപ്പറമ്പിലച്ഛനെയോ ലോകത്തുള്ള ഏറ്റവും സുന്ദരിമാരെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ വീഡിയോസ് ഉണ്ടാക്കാം. നിങ്ങൾ ടാർഗറ്റ് ചെയ്യൂ, പരമാവധി വ്യക്തിഹത്യ നടത്താൻ നോക്കൂ. അത്രയും നിങ്ങൾ താന്നു പോകും എന്നല്ലാതെ ഞാൻ താന്നു പോകില്ല. അപ്പോഴും ഞാൻ ഇരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എന്നോട് ഇത്ര വെറുപ്പ്? സഭയുടെ കുർബാന ചൊല്ലണം എന്ന് ഞാൻ പറഞ്ഞതിനോ? മാർപ്പാപ്പ അംഗീകരിച്ച് കുർബാന ചൊല്ലണം എന്ന് പറഞ്ഞതിനോ? മെത്രാൻസിനോട് അംഗീകരിച്ച് കുർബാന ചൊല്ലണം എന്ന് പറഞ്ഞതിനോ? ഇതിപ്പോ നിങ്ങൾ ചൊല്ലി തുടങ്ങേണ്ടി വന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ശരി? നിങ്ങളിപ്പോ കുറച്ചെങ്കിലും ചൊല്ലി തുടങ്ങേണ്ടി വന്നില്ലേ?
അപ്പൊ മാണിപ്പറമ്പലച്ചനാണ് 100% ശരി, നിങ്ങളാണ് 100% തെറ്റ്. ആ തെറ്റ് നിങ്ങൾക്ക് അംഗീകരിക്കുന്നതിന് പകരം എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മാർപ്പാപ്പി അനുസരിക്കണമെന്ന് പറഞ്ഞതിനാണ് നിങ്ങൾ എന്നെ ഈ കല്ലെറിയുന്നത്. അത് ഞാൻ അങ്ങ് ആസ്വദിക്കും. പിന്നെ ഇങ്ങനെ വ്യക്തിഗത ചെയ്താൽ ഞാൻ സഭയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയങ്ങൾ കൊണ്ട് ഖണ്ഡിക്കൂ. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിഗത തുടരാം. ഇതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കണോ? ഇത്രമാത്രം തരം താഴണോ എന്നൊക്കെ എന്നെ സ്നേഹിക്കുന്നവർ വിചാരിക്കുന്നുണ്ടാകും. അവര് തറയല്ലേ, അതല്ല അവഗണിക്കുകയല്ലേ നല്ലത്? ആയിരിക്കാം. എങ്കിലും എറണാകുളം വിമതർ എത്ര തറയാണെന്നും അവരെ കൂടെ നിൽക്കുന്നവർ എത്ര നിലവാരമില്ലാത്തവരാണെന്നും നമുക്ക് വ്യക്തമാക്കണ്ടേ? അത് വ്യക്തമാക്കേണ്ടത് ആവശ്യമല്ലേ? മാത്രമല്ല, ഇവർ വ്യക്തിഹത്യ നടത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തുമാണ് ആളുകളുടെ വീര്യം കെടുത്താനായിട്ട് ശ്രമിക്കുന്നത്, അല്ലേ? ഇവരുടെ ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സൈബർ ആക്രമണം, അത് പേടിച്ചിട്ടല്ലേ പലരും രംഗത്ത് വരാത്തത്. ആ പരിപ്പ് എന്റെ അടുത്ത് വേവില്ല എന്നൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അതൊന്ന് അവരെ അറിയിക്കണ്ടേ? മാത്രമല്ല, എനിക്ക് ആവശ്യമെങ്കിൽ സൈബർ സെല്ലിൽ കൊടുക്കാൻ ഇഷ്ടം പോലെ വകുപ്പുകളുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ്. സമയാകട്ടെ. ചുരുക്കത്തില് ഇത്തരം തരം താണ വ്യക്തിഹത്യകൾ നടത്താതെ ഞാൻ പറഞ്ഞ ആശയത്തോണ്ട് ഖണ്ഡിക്കാൻ നോക്കുക. പിന്നെ ഇവിടെ ആശയത്തെ ഖണ്ഡിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. എറണാകുളത്ത് ഞാൻ പറഞ്ഞത് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന, ഏകീകൃത കുർബാന ചൊല്ലണം. അതാണ് എന്റെ നിലപാട്. നിങ്ങൾ ചൊല്ലി തുടങ്ങിയല്ലോ. അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞ വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകൂടത്തിന് മുമ്പിൽ വെച്ച് രക്തപ്രതിജ്ഞ ഞാൻ പറഞ്ഞിരുന്നു. തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, എറണാകുളം വിമത വൈദികരെ കൊണ്ട് ഏകീകൃത കുർബാന അർപ്പിച്ചേ ഞാൻ അടങ്ങുമെന്ന്. അത് തന്നെയാണ് രക്തപ്രതിജ്ഞയിൽ ഞാൻ ചെയ്തത്. ഇപ്പൊ നിങ്ങള് ഒരു കുർബാന ഈ മാർപ്പാപ്പ പറഞ്ഞ കുർബാന ചൊല്ലാൻ തുടങ്ങിയല്ലോ. അപ്പൊ എന്റെ രക്തപ്രതിജ്ഞയും എന്റെ വ്രതം അതായത് എറണാകുളത്തെ വിമത വൈദികരെ കൊണ്ട് ഏകീകൃത കുർബാന ചൊല്ലിച്ചേ ഞാൻ അടങ്ങൂ എന്നെന്റെ വ്രതം, ആ വ്രതം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ നിങ്ങൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് ശക്തി കൂട്ടാം. കാരണം നിങ്ങൾ തോറ്റ് തുന്നം പാളീസായി കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് പകയുണ്ടാകാം, കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകാം. എന്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇനിയും എന്നെ വ്യക്തിഹത്യ നടത്തൂ. അപ്പോൾ എനിക്ക് കൂടുതൽ ശക്തി കിട്ടും. കാരണം ഞാൻ കർത്താവിന്റെ പക്ഷത്താണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരിക്കും അത്. നിങ്ങൾ എന്നെ ക്രൂശിക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ ക്രൂശിനോട് ബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ എന്റെ തേജസ്സും അതുപോലെ തന്നെ വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം കണ്ട് ഭയപ്പെട്ടു പോകുന്ന ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കാട്ടുമള്ളൂർ വിമതന്റെ പ്രസംഗം, ഏകീകൃത കുർബാന, അതിന്റെ ചരിത്രം, ബൈബിൾ വാക്യം, ദൈവശാസ്ത്രം, ഇതേക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ വിമത വൈദികരുടെ അജ്ഞതയുടെ ആഴം കണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇക്കഴിഞ്ഞ ജൂലൈ 3 തീയതി 2025 ജൂലൈ 3 തീയതി മാർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാളിന്റെ അന്ന് പറവൂര് ഫൊറോന പള്ളിയിൽപ്പെട്ട കാട്ടുമള്ളൂർ ഇടവകയില് കുർബാന മധ്യേ അച്ഛൻ നടത്തിയ പള്ളിപ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. മറ്റ് സ്ലീഹന്മാരുടെ സാക്ഷ്യം കേട്ടിട്ടും ബോധ്യം വരാതിരുന്ന തോമാസ് ലീഹ ഒരു സംശയം ഉന്നയിച്ചു. അദ്ദേഹത്തിന് ബോധ്യം വരുന്ന തരത്തിൽ യേശുക്രിസ്തു അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ഇതുപോലെ, അതായത് തോമാസ് ലീഹായെ പോലെ ഞങ്ങള് എറണാകുളത്തെ വൈദികര് മറ്റുള്ളവരുടെ സാക്ഷ്യം കേട്ടിട്ടും ബോധ്യം വരാതെ മെത്രാന്മാരോട് ഒരു സംശയം ഉന്നയിച്ചു. എന്തിന് അങ്ങോട്ട് തിരിയണം? ഇന്ന് വരെ ഞങ്ങൾക്ക് ബോധ്യം വരുന്ന തരത്തിൽ മെത്രാന്മാർ മറുപടി നൽകിയിട്ടില്ല. ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ അനുസരിച്ചോണം. ഈ നിലപാടായിരുന്നു മെത്രാന്മാരുടേത്. ഇത് പള്ളിപ്രസംഗത്തിനിടയിൽ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ.
ഞാൻ അതിനൊരു മറുപടി കൊടുക്കുകയാണ്. ഈ ഞങ്ങൾക്ക് ബോധ്യം വരുന്ന തരത്തിൽ മറുപടി തന്നില്ലെന്നാണല്ലോ ഇത് ഇവരുടെ ആരോപണം. എന്തിന് അങ്ങോട്ട് തിരിയണം എന്നതിനെക്കുറിച്ച് 100 കണക്കിന് മറുപടികൾ നൽകപ്പെട്ടിട്ടുണ്ട്. 100 കണക്കിന്. നിങ്ങൾക്ക് ലയോ 13 മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം വായിക്കാം. അതേക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. ജോൺ പോൾ രണ്ടാമന്റെ കിഴക്കിന്റെ വെളിച്ചം എന്ന പുസ്തകം വായിക്കാം. ബെനഡിക്ട് പാപ്പായുടെ ലിറ്റർജിയുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകം വായിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ ലിറ്റർജിയെക്കുറിച്ചുള്ള മാണിപ്പറമ്പലച്ചന്റെ വീഡിയോസ് കാണാം. അതുമല്ലെങ്കിൽ ലിറ്റർജി പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് മാണിപ്പറമ്പലച്ചന്റെ ഒരു പുസ്തകമുണ്ട്, ലിറ്റർജി പ്രതിസന്ധി. അതൊരു അധ്യായം മുഴുവൻ എന്തിന് അങ്ങോട്ട് തിരിയണം എന്നതിന്റെ ചരിത്രവും ദൈവശാസ്ത്രവും ഒക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവര് അത് വായിക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല? അഥവാ വായിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ബോധ്യം വരുന്നില്ല? ബോധ്യം വരാത്തതിന് കാരണം വേറെയാണ്. അതിന് കാരണം വേറെയാണ്. നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് കാരണമെന്ന്. വീണ്ടും ആ അച്ഛന്റെ പള്ളിപ്രസംഗത്തിലേക്ക്. ഏകീകൃത കുർബാനയ്ക്ക് ഒരു ചരിത്രമുണ്ടോ എന്ന് ഞങ്ങൾ മെത്രാന്മാരോട് ചോദിച്ചു. മുഴുവൻ ദൈവോന്മുഖ കുർബാനയ്ക്ക് ഒരു ചരിത്രമുണ്ട്. മുഴുവൻ നേരവും പൂർണ്ണ ദൈവോന്മുഖ കുർബാനയ്ക്ക് ഒരു ചരിത്രമുണ്ട്. പക്ഷെ ഏകീകൃത കുർബാനയ്ക്ക് ഒരു ചരിത്രമുണ്ടോ എന്ന് ഞങ്ങൾ മെത്രാന്മാരോട് ചോദിച്ചു. ഈ പകുതി കുർബാനയ്ക്ക് ചരിത്രമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. മെത്രാന്മാർ പറഞ്ഞു, ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ അനുസരിച്ചോണം. ഇതാണ് അച്ഛന്റെ വാക്ക്. എന്റെ അച്ഛന്റെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? ഞങ്ങള് 1986 മുതല് മുഴുവൻ പൂർണ്ണമായും ദൈവോന്മുഖ കുർബാനയല്ലേ ആരംഭിച്ചത്? ജോൺ പോൾ രണ്ടാമൻ കേരളത്തിൽ വന്ന് അത് ചൊല്ലിക്കൊണ്ട് ആ നവീകരിക്കപ്പെട്ട തക്സ ഉദ്ഘാടനം ചെയ്തില്ലേ? 1989 മുതൽ 2021 വരെ 1989 മുതൽ 2021 വരെ ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി അങ്ങനെ തുടങ്ങിയുള്ള രൂപതകളിലൊക്കെ പൂർണ്ണമായും ദൈവോന്മുഖ കുർബാനയല്ലേ ആയിരുന്നേ? എന്നാലും സഭയിൽ ഒരു ഏകീകൃത രൂപം വേണം, സീറോ മലബാർ സഭയിൽ എല്ലാവരും ഒരുപോലെ കുർബാന അർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് പിന്നെ ഈ 1999 ഈ എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടി, അതായത് കൊന്നാലും ദൈവത്തെങ്കിലേക്ക് തിരിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പിടിവാശി പിടിച്ച ഈ എറണാകുളത്ത് ഉള്ളതുപോലെയുള്ള അച്ഛന്മാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി, അങ്ങനെയല്ലേ ഈ ഏകീകൃത കുർബാന ഉണ്ടാക്കിയത്? പൂർണ്ണമായും ദൈവോന്മുഖ കുർബാനയ്ക്ക് ചരിത്രമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല? അങ്ങനെ സ്വീകരിക്കാതിരുന്നത് കൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചരിത്രമില്ലാത്ത ഈ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ കുർബാന വേണ്ടി വന്നത്? കൊന്നാലും ദൈവത്തിലേക്ക് തിരിയില്ല എന്ന് നിങ്ങളല്ലേ വാശി പിടിച്ചത്, ഇപ്പോഴും വാശി പിടിക്കുന്നത്? ഇനി 1999 നമ്മുടെ മെത്രാന്മാർ ഒരു തീരുമാനമെടുത്തപ്പോൾ, ഇതുകുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ നരികുളച്ചന് മറുപടി കൊടുത്തപ്പോൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സർഗാത്മക കൺട്രിബ്യൂഷൻ അല്ലെ, ഒരു ക്രിയേറ്റീവ് കൺട്രിബ്യൂഷൻ, സർഗാത്മക കൺട്രിബ്യൂഷൻ നമ്മുടെ മെത്രാന്മാര് സഭാ ചരിത്രത്തിൽ തന്നെ നൽകി എന്ന് ഞാൻ പറയുകയുണ്ടായി. അതായത് ഏകീകൃത കുർബാന തീരുമാനിച്ച 1999 എല്ലാ മെത്രാന്മാരും ഒറ്റക്കെട്ടായിട്ടാണ്. അതിനുശേഷം ഇന്ന് വരെ ഒരു മെത്രാനും അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സിനഡിലും. അന്ന് 1999 ഇങ്ങനെ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ വചന ശുശ്രൂഷയും പിന്നെ വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും അനാഫറ ദൈവോന്മുഖമായിട്ടും ചെയ്യുന്നത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു മെത്രാന്മാര്. അത് ചരിത്രം സൃഷ്ടിച്ചൊരു തീരുമാനമായിരുന്നു. ചരിത്രം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? പിറ്റേ വർഷമാണ് ബെനഡിക്ട് മാർപ്പാപ്പ, അന്ന് മാർപ്പാപ്പയായിട്ടില്ല, ജോസഫ് റാറ്റ്സങ്കർ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി പുസ്തകം ഇറക്കുന്നത് 2000. അന്ന് ആ പുസ്തകത്തിനകത്ത് ഈ വചന ശുശ്രൂഷ ജനാഭിമുഖമായും അനാഫ്ര ദൈവോന്മുഖമായും ചെയ്യുന്നത് സുവിശേഷത്തിന് അന്തസത്തയ്ക്ക് നിരക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട്. എന്റെ പഴയ വീഡിയോസ് ഒക്കെ നോക്ക്. അപ്പോൾ ഇതിന് ചരിത്രം ഇല്ലാഞ്ഞിട്ടാണോ അതോ ചരിത്രം നിങ്ങൾ വായിക്കാഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ കാണാഞ്ഞിട്ടാണോ? നിങ്ങൾ മാണിപ്പറമ്പലച്ചന്റെ വീഡിയോസ് ഒന്നും കാണരുതെന്ന് പറഞ്ഞിട്ടല്ലേ പഠിപ്പിക്കുന്നത്? ഇത് പഠിപ്പിക്കൂ. വെറുതെ മനുഷ്യരെ അജ്ഞതയിലേക്ക് തള്ളിവിടാതെ
ഇതൊക്കെ ഒന്ന് കാണൂ, വായിക്കൂ. ഹൃദയം തുറന്ന് വായിച്ചാലേ ഇതൊക്കെ മനസ്സിലാകൂ. വീണ്ടും അച്ഛന്റെ പ്രസംഗം ജൂലൈ 3 ദുഃഖാൻ തിരുനാളിന്റെ പ്രസംഗത്തിലേക്ക് പോവുകയാണ്. ഈ കാട്ടുമള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ അച്ഛന്റെ പ്രസംഗത്തിലേക്ക്. ഏകീകൃത കുർബാനയെക്കുറിച്ച് ഒരു ബൈബിൾ വാക്യമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഏകീകൃത കുർബാന ഇല്ലേ, അതിനെ ന്യായീകരിക്കുന്ന ഒരു ബൈബിൾ വാക്യമെങ്കിലും കാണിച്ചു തരാമോ? ഞാനതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അച്ഛന്മാരെ ചോദിച്ചുകൊണ്ടിരിക്കും, പിന്നെയും പറയേണ്ടി വരികയാണ്. ഈ ഒരു ബൈബിൾ വാക്യമെങ്കിലും കാണിച്ചു തരാമോ എന്ന് ഞങ്ങൾ മെത്രാന്മാരോട് ചോദിച്ചു. മെത്രാന്മാരെന്ത് പറഞ്ഞു? ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ അനുസരിച്ചോണം. അങ്ങനെയൊന്നുമല്ല മെത്രാന്മാർ പറഞ്ഞാണ് കേട്ടോ. ഞാൻ ഈ അച്ഛന് വേണ്ടി അതുപോലെ ചോദിക്കുന്നവർക്ക് വേണ്ടി മറുപടി പറയാണ്. ഒരു ബൈബിൾ വാക്യമെങ്കിലും ഉണ്ടോ? ഒന്നല്ല, അനേകം കാണിച്ചു തരാം. കുരിശിൽ കിടക്കുമ്പോൾ കർത്താവ് ഈശോ മിശിഹ ദൈവത്തെ നോക്കി, ദൈവപിതാവിനെ നോക്കിയിട്ട്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിതാവേ അങ്ങയുടെ കരങ്ങളിൽ, പിതാവിനോട് പറഞ്ഞ പിതാവേ എന്ന് വിളിക്കുകയാണ്. പുത്രൻ തമ്പുരാൻ പിതാവിനെ നോക്കി പിതാവിനെ വിളിക്കുകയാണ്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഈ തിരുവചനം അച്ഛന്റെ ബൈബിളിൽ ഇല്ലേ? കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പുത്രൻ തമ്പുരാൻ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 15:34. മറ്റൊരു ലൂക്കാസിന്റെ സുവിശേഷമാണ്. പിതാവേ നിന്റെ അങ്ങയുടെ കരങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. 23-ാം അധ്യായം ലൂക്കാസിന്റെ സുവിശേഷം. ഈ മർക്കോസിന്റെ സുവിശേഷം 15:34 എന്റെ ദൈവമേ എന്ന് പിതാവായ ദൈവത്തെ വിളിക്കുകയാണ് പുത്രൻ തമ്പുരാൻ. അത് പിതാവിങ്കിലേക്ക് നോക്കിയിട്ടല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം ഞാൻ പറയണേ, അതും ലൂക്കാസിന്റെ സുവിശേഷത്തിലാ. പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. പിതാവിനോട് പറയുന്നത്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അത് കേട്ടിട്ടാണ് ഒരു കവർച്ചക്കാരന് മാനസാന്തരം വരുന്നത്. അവൻ പുത്രനോട് പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണേ. അവനിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈശോ മിശിഹ പറഞ്ഞത്, ഇന്ന് നീ എന്റെ കൂടെ പറുദീസയിലായിരിക്കും, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ജനങ്ങളിലേക്ക് തിരിഞ്ഞില്ലേ? പിതാവിങ്കിലേക്ക് തിരിഞ്ഞു, ജനങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതെല്ലാം നമ്മൾ കുർബാനയിൽ ചെയ്യുന്നത്, സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയാൻ, സുവിശേഷ വായനയ്ക്ക്. അപ്പോ കർത്താവിനെ നമ്മളോട് പറയാനുള്ള സമയത്ത് കർത്താവ് നമ്മിലേക്ക് തിരിയുകയും പിതാവായ ദൈവത്തോട് പറയാനുള്ളപ്പോൾ പിതാവിങ്കിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ഇതല്ലേ ഏകീകൃത കുർബാനയുടെ ബൈബിൾ വാക്യം. ഇനി ഈ കുരിശിലെ ബലി ഒരിക്കൽ എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ട ഈ ബലി, ഒരിക്കൽ എന്നേക്കുമായി, ആ ബലിയുടെ ആഘോഷമല്ലേ വിശുദ്ധ കുർബാന? അല്ലെ? അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? കുരിശിലെ ബലിയുടെ ഇല്ലേ, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുമ്പോഴും ഈ പാനപാത്രം കുടിക്കുമ്പോഴും അവന്റെ മരണം, അവന്റെ രണ്ടാമത്തെ ആഗമനം വരെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് എന്നല്ലേ? ഓർമ്മിക്കുകയാണ്, സ്മരിക്കുകയാണ് ചെയ്യുന്നത് എന്നല്ലേ പൗലോസ്ലീഹ പറഞ്ഞത്? അവന്റെ മരണം, കുരിശ് മരണം, ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവന്റെ മരണം, അവന്റെ രണ്ടാമത്തെ ആഗമനം വരെ പരികർമ്മം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുരിശിലെ ബലിയുടെ ആഘോഷമാണല്ലോ വിശുദ്ധ കുർബാന, അല്ലേ? അങ്ങനെയല്ലേ? ആ ബലിയാകട്ടെ ഒരിക്കൽ എന്നേക്കുമായിട്ടാണ്. ഒരിക്കലാണ് ചരിത്രത്തില്, പക്ഷെ എന്നേക്കുമായിട്ടാണ് സ്വർഗത്തില്. അതിന് തെളിവ് എവിടെയാ? ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ള വാക്ക് കിടക്കുന്നത് ഹെബ്രായ ലേഖനത്തിലാണ്. നമ്മുടെ പെന്തക്കോസ്തകാർക്കും യഹോവ സാക്ഷികൾക്കും കത്തോലിക്ക വിട്ടുപോയവർക്കും അതിന്റെ അർത്ഥത്തിന് വാക്കുകളുടെ അർത്ഥം മനസ്സിലായിട്ടില്ല. അവരെപ്പോഴും ചരിത്രം മാത്രം ചിന്തിക്കുന്നത്, സ്വർഗത്തിലെ കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ എന്നേക്കുമായി എന്നാണ്, ഒരിക്കൽ ചരിത്രത്തില്. എന്നേക്കുമായുള്ളത് തെളിവാണ് വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായം. സിംഹാസനത്തിനും 4 ജീവികൾക്കുമിടയിലാണ് അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്, കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്, മരിച്ചവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന, ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ദിവ്യ കുഞ്ഞാട്. എവിടെയാണ്? സിംഹാസനത്തിനും 4 ജീവികൾക്കുമിടയിൽ. 4 എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സംഖ്യയാണ്, ഭൂമിയുടെ സംഖ്യയാണ്. അപ്പോൾ പ്രപഞ്ചത്തെ പ്രതിദാനം ചെയ്യുന്ന 4 ജീവികള്, സിംഹാസനം, അതിനിടയിലാണ് ഈ കുഞ്ഞാട് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കൽ എന്നേക്കുമായി, ഒരിക്കൽ കാൽവരിയിൽ നടന്നപ്പോൾ എന്നേക്കുമായിട്ടാണ് സ്വർഗത്തില്. അതുകൊണ്ടാണ് ആ അറക്കപ്പെട്ടതിന്റെ അടയാളങ്ങള് കുഞ്ഞാടിന്റെ ദേഹത്തിലുണ്ട്, അറക്കപ്പെട്ടതിന്റെ, കൊല്ലപ്പെട്ടതിന്റെ അടയാളങ്ങള് ഉത്തിതനായ ഈശ്വര ശരീരത്തിലുണ്ട്. രണ്ടും തമ്മിൽ ബന്ധം മനസ്സിലായോ? അപ്പൊ എത്ര തിരുവചനങ്ങളാണ് ഇതേക്കുറിച്ചുള്ളത്? ഒരു ബൈബിൾ വാക്യമല്ല ഞാൻ പറഞ്ഞത്, എത്ര 4, 5, 6 ടെക്സ്റ്റുകൾ പറഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഒരു ബൈബിൾ വാക്യമെങ്കിലും കാണിച്ചു തരൂ ഏകീകൃത കുർബാനയ്ക്കെന്നാണ്. അനേകമാണുള്ളത്, അനേകം.
അച്ചോ ബൈബിള് വായിക്കണം. എന്നിട്ട് ഈ കുർബാനക്കിടയിൽ ഇങ്ങനെ തോന്നിവാസം പറയാതെ തോമാസ് ലീഹായെ കുറിച്ചും തോമാസ് ലീഹയുടെ തിരുവചനങ്ങളെ കുറിച്ചും പറയണം. ആ തിരുവചനങ്ങൾ അർത്ഥം എന്തെന്ന് തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മാണിപ്പറമ്പിലച്ചൻ. അതൊന്ന് വാങ്ങിച്ചു വായിക്കാച്ചോ. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് നല്ല കാര്യങ്ങൾ വായിക്കൂ. എന്നിട്ട് നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയൂ. വെറുതെ ഈ സ്പർദ്ധയുണ്ടാക്കാതെ, മെത്രാന്മാർക്കെതിരെ ജനങ്ങൾ തിരിക്കാതെ, സഭയ്ക്കെതിരെ ജനങ്ങൾക്ക് തിരിക്കാതെ ആ കാര്യങ്ങൾ ചെയ്യും. ഇനി വീണ്ടും ആ അച്ഛന്റെ പള്ളിപ്രസംഗത്തിലേക്ക് പോകുകയാണ് ഞാൻ. ഏകീകൃത കുർബാനയ്ക്ക് ഒരു ദൈവശാസ്ത്രമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. മെത്രാന്മാർ പറഞ്ഞു, ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ അനുസരിച്ചോണം. ഇതിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് വളരെ അഗാധമായ പഠനം ഞാൻ നൽകിയിട്ടുണ്ട്, പല പ്രാവശ്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അച്ഛന്മാരെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. ഉത്ഥാനം ചെയ്ത അന്ന്, കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട അന്ന് കർത്താവ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? എമ്മാവൂസിലേക്ക് ശിഷ്യന്മാരുടെ കൂടെ പോയി. എമ്മാവൂസിലേക്ക് ക്ലയോപ്പാസ് എന്ന് പറഞ്ഞ ഒരു ശിഷ്യനും മറ്റൊരു ശിഷ്യനും, ക്ലയോപ്പാസും എമ്മാവിൽ പോകുകയാണ്. കർത്താവ് അവരുടെ കൂടെ ഒരു അനുയാത്ര ചെയ്യാണ്, ഒരു ഫെല്ലോ ട്രാവലർ, സഹ യാത്രികനായിട്ട് പോകുകയാണ്. ഈ വഴിയിൽ വെച്ച് അവൻ എന്താ ചെയ്തേ? മോശ തുടങ്ങി പഴയ നിയമത്തില് സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകത്തിലും ഒക്കെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലൊക്കെ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിച്ചു. വചന ശുശ്രൂഷ നടത്തി വഴിയിൽ വെച്ച്. എമ്മാവൂസിലെത്തിയപ്പോൾ അവര് നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വസിച്ചാലും. അപ്പോൾ അവൻ ഈ സഹയാത്രികൻ എന്ന ആ ഭാവം മാറി അവൻ വീട്ടിൽ ചെന്നപ്പോൾ ആതിഥേയനായി. അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് കർത്താവ് തിരിച്ചറിഞ്ഞു. ഇത് വെറുമൊരു അപ്പമാണ്, വെറുമൊരു അപ്പം മുറിക്കലാണെന്നൊക്കെയാണ് ഈ പെന്തക്കോസ്തക്കാർ പറഞ്ഞു നടക്കണേ, യഹോവസാക്ഷികൾ പറഞ്ഞു നടക്കണേ. അതാണോ? വെറും അപ്പം മുറിക്കലാണെങ്കിൽ കണ്ണുകൾ തുറക്കപ്പെടുമോ? അത് ഈശോ ആണെന്ന് തിരിച്ചറിയോ? അത് കുർബാനയാണ്. ഈ മൽക്കയാണോ കർത്താവ് ഉപയോഗിച്ചത് എന്നുള്ളതിന്റെ ഒരു തെളിവൊക്കെ ആയിട്ട് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് മുൻപൊരു വീഡിയോയിൽ. ഇല്ലേ? ഈ കർത്താവാകുന്ന അപ്പം അതല്ലേ? കർത്താവാകുന്ന അപ്പം. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഓട്ടോ ബസിലൈ എന്നാണ് ഒരിജിൻ പറയണേ. ഈശോ തന്നെയാണ് ദൈവരാജ്യം, യേശുക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. അവന്റെ ആളത്വത്തിൽ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. അതിനെയാണ് ദൈവരാജ്യം എന്ന് പറയണേ. ആ ഈശോ എന്താ പറയുന്നത്? എന്താണ് ദൈവരാജ്യം? ഒരു സ്ത്രീ അല്പം പുളിപ്പ് എടുത്ത് 3 അടങ്ങഴി മാവ് പുളിക്കുവോളം ചേർത്തതിന് തുല്യമാണ് ദൈവരാജ്യം. പരിശുദ്ധ കന്യകാമറിയം ഒരു അല്പം പുളിപ്പെടുത്ത് ഈ പ്രപഞ്ചമാകുന്ന ആ പിണ്ടത്തിൽ ചേർത്തു. ആ പുളിപ്പൻ ആരാണ്? ഈശോ മിശിഹ, യേശുക്രിസ്തു, മൽക്ക. അപ്പോൾ യേശുക്രിസ്തു ആണ് പുളിപ്പ്, ദൈവരാജ്യം എന്ന പുളിപ്പ്. അവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് കുർബാനയില്. അപ്പമല്ല നമ്മൾ സ്വീകരിക്കുന്നത്, ദൈവരാജ്യമാകുന്ന പുളിപ്പാകുന്ന ഈശോ മിശിഹായെയാണ്. പോട്ടെ, അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, വചന ശുശ്രൂഷ വഴിയിൽ വെച്ച് നടത്തുകയും അവിടെ ആ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ അനാഫറ നടത്തുകയും ചെയ്തു. അങ്ങനെയല്ലേ? നമ്മൾ ഈ എമ്മാവൂസിൽ പോയി ശിഷ്യന്മാരുടെ ചിത്രങ്ങളൊക്കെ കണ്ട് അതൊക്കെ കലാകാരന്മാരുടെ ഭാവനയാണ്. അവിടെ ദൈവോന്മുഖമായിട്ടാണോ പിന്നെ ജനാഭിമുഖമാണോ നമുക്ക് പടങ്ങൾ കണ്ടിട്ട് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവ് എന്താ ചെയ്തത്? അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. കൃതജ്ഞതാ സ്തോത്രം എന്ന് പറഞ്ഞാല് ഒരു കാര്യം പിതാവായ ദൈവത്തിന്റെ ഉപയോഗത്തിന് ഇങ്ങനെ പൊക്കിപ്പിടിക്കുന്നതിനെയാണ് പറയണേ. ഇങ്ങനെ പൊക്കിപ്പിടിക്കുകയാണ് പിതാവായ ദൈവത്തിന്റെ ഉപയോഗത്തിന്, പിതാവിങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇതിനെയാണ് കൃതജ്ഞതാ സ്തോത്രം പറയുക. അപ്പോൾ പിതാവ് പരിശുദ്ധാത്മാൻ അയക്കുന്നു. അതിനെയാണ് വാഴ്ത്തി എന്ന് പറയുക. എവുക്കരിസ്തയോ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് പിതാവേ നിനക്ക് നന്ദി പറയുന്നു. അത് ദൈവോന്മുഖമല്ലേ? പിതാവേ നിനക്ക് നന്ദി പറയുന്നത് പറയുന്നത് ദൈവോന്മുഖമല്ലേ? അല്ലാണ്ട് ജനാഭിമുഖമാണോ? പിതാവായ ദൈവം പരിശുദ്ധാത്മാൻ അയക്കുന്നു, അത് ദൈവോന്മുഖമല്ലേ? വാഴ്ത്തി എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്, എബുലഗയോ എന്ന് ഗ്രീക്കില്. അപ്പോൾ അനാഫറ അവൻ ചെയ്തു. എവിടെ? എമ്മാവൂസില് വഴിയിൽ വെച്ച് വചന ശുശ്രൂഷ, ഭവനത്തിൽ വെച്ച് മധുബകയിൽ പ്രവേശിച്ച് അനാഫറ. ഇത് ബൈബിളിലെ ദൈവശാസ്ത്രമല്ലേ? അതും ഉയർത്തെഴുന്നേറ്റ് അന്ന് തന്നെ. പിന്നെ 40 ദിവസത്തേക്ക് അവൻ ഇത് ചെയ്തുവെന്ന് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. പക്ഷെ അതിന്റെ ഗ്രീക്ക് വാക്ക് സിനലിപ്സോമേനോസ് എന്നാണ്.
സീന ലിപ്സമെനോസ്, ഒരുമിച്ച് ഉപ്പ് കഴിച്ചു എന്നാണ്. ഉപ്പ്, സോൾട്ട് എന്ന് വെച്ചാൽ സോൾട്ട്, ഉപ്പ് എന്ന് പറയുന്നത്, ഉപ്പിനെ കുറിച്ച് വലിയ ദൈവശാസ്ത്രം ബൈബിളിലുണ്ട്. നമുക്കെല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം സ്ഥായിയായ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു എന്നാണ്. സ്ഥായിയായ പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടി എന്ന വാക്ക് കർത്താവ് യേശു ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ കുർബാനയ്ക്ക് മാത്രമാണ്. നമ്മുടെ കർത്താവ് യേശു പുതിയ ഉടമ്പടി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമാണ്. കുരിശിൽ ഉറപ്പിക്കപ്പെട്ട ആ പുതിയ ഉടമ്പടി അത് മുൻകൂറായി അന്ത്യത്താഴത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയായിരുന്നു. അന്നൊരു കുരിശിലെ ബലി മുൻകൂറായി കൊണ്ടുവന്നതാണ് അന്ത്യത്താഴെന്ന് പറയണേ. അത് ഈ ദൈവശാസ്ത്രം അറിഞ്ഞില്ലെങ്കിൽ, ഈ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ ദൈവശാസ്ത്രം, ഏകീകൃത കുർബാനയ്ക്കുള്ള ദൈവശാസ്ത്രമാണ് ഞാൻ ബൈബിളിൽ പറഞ്ഞത്. ഇത് ഒരു കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ എനിക്കൊരു 15 മിനിറ്റ് മതി അവതരിപ്പിക്കാൻ. ഞാൻ ചെന്നൈയിൽ കഴിഞ്ഞ കൊല്ലം യൂറോപ്പിൽ നിന്ന് 10-30 പേരുമായിട്ട് 40-ഓളം പേരുമായിട്ട് ഞാൻ ചെന്നൈയിൽ നമ്മുടെ പള്ളിയിൽ പോയി. അവിടെ നമ്മുടെ ആളുകളുണ്ടായിരുന്നു കുർബാനയ്ക്ക്. ഞാനൊരു 15 മിനിറ്റ്, അതായത് അവർക്ക് ഈ യൂറോപ്പിൽ നിന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ ഞാൻ മലയാളികൾക്ക് വേണ്ടി പറഞ്ഞു. എല്ലാം കൂടി 20 മിനിറ്റ് എടുത്തത്, ട്രാൻസ്ലേഷൻ അടക്കം. ഞാനത് ആ പ്രസംഗം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾ, ഈ എന്റെ ഈ വീഡിയോ കേൾക്കുന്നവർ കുറച്ച് പേര് ഈ അവിടെ ഉള്ളവരാണ്. അവർ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. അവർ പറഞ്ഞു, അച്ചോ ഈ 10 മിനിറ്റ് കൊണ്ട്, ട്രാൻസ്ലേഷൻ അടക്കമുള്ള 20 മിനിറ്റ്, 10 മിനിറ്റാണ് ഞാൻ സംസാരിച്ചത്. ഈ 10 മിനിറ്റ് കൊണ്ട് അച്ഛൻ എത്രയോ മനോഹരമായിട്ടാണ് ഇതിന്റെ ദൈവശാസ്ത്രം അവതരിപ്പിച്ചത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല മനസ്സിലാകാനായിട്ട്. പള്ളിയിലാണെങ്കിൽ ഞാനതും കാണിച്ചു തരും എങ്ങനെയാണ്. അത്രയും മതി. അപ്പൊ എത്രയോ വലിയ ദൈവശാസ്ത്രമാണ് ഈ ഏകീകൃത കുർബാനയ്ക്ക്. അപ്പോൾ ഈ ചരിത്രമില്ല, ബൈബിളിൽ വാക്യങ്ങളില്ല, ദൈവശാസ്ത്രമില്ല എന്ന് ഈ അച്ഛൻ പ്രസംഗിച്ചത് മുഴുവൻ തെറ്റല്ലേ? പിന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഉത്തരം നൽകിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക? പിന്നെ എന്തുകൊണ്ട് അവർക്ക് ബോധ്യം വരാത്തത്? ബോധ്യം വരാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവർക്കൊരു അജണ്ടയുണ്ട്. എന്താണ് അജണ്ട? ഏകീകൃത കുർബാനയോ ദൈവോന്മുഖ കുർബാനയോ പിന്നെ ജനാഭിമുഖ കുർബാന, ഇതൊന്നും അല്ല അവരുടെ ബേസിക് പ്രശ്നം. അവർക്ക് പണം തോന്നി പോലെ കൈകാര്യം ചെയ്യണം. ആരോടും കണക്ക് ബോധിപ്പിക്കാതെ തോന്നി പോലെ ചെയ്യണം. അതാരെങ്കിലും ചോദിച്ചാൽ അപ്പൊ അവർക്ക് പ്രശ്നമായി. ഈ മുൻപത്തെ കൂരിയ ഇവരുടെ ഈ കള്ളത്തരങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കൂരിയെ ക്രിമിനൽ കൂരിയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ അതിനേക്കാൾ ക്രിമിനൽ ആയിട്ട് കുറച്ച് പേരാണ് കൂരിയയിൽ വന്നിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഇഷ്ടമാണ്. കാരണം എന്താ? ഇവർക്ക് എന്ത് കള്ളത്തരം ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ കൂരിയ അനുവാദം കൊടുത്തിരിക്കുന്നു. തോന്നിയ പോലെ എന്തും ചെയ്യാം. ആരോടും ഒന്നും ബോധിപ്പിക്കണ്ട. പണം കട്ടെടുക്കുകയോ സ്വർണം കട്ടെടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ മാമോനെ ശുശ്രൂഷിക്കുകയാണ് ഇവര്. ഈശോ മിശിഹായല്ല ശുശ്രൂഷിക്കുന്നത്, മാമോനെ ശുശ്രൂഷിക്കുകയാണ്. മാമോനെ ശുശ്രൂഷിക്കുന്നവർക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാൻ പറ്റില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല. എറണാകുളത്തെ വിമത വൈദികര് മാമോനെയാണ് സേവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ കൂടി ഞാൻ പറയാണ്. ഈ യേശു ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത് യേശുവിന്റെ ശൈലിയല്ല. യേശു ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. യേശുവിന്റെ ശൈലിയല്ല. എന്താണ് യേശുവിന്റെ ശൈലി? യേശുവിന്റെ ശൈലി പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തില് 2-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങളാണ്. അവൻ ദൈവമായിരുന്നിട്ടും ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട, അല്ലെങ്കിൽ ചൂഷണം ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി അവൻ മനുഷ്യനായി, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, അനുസരണമുള്ളവനായി, കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായി. ഇതാണ് ഈശോയുടെ ശൈലി. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. നമ്മൾ അനുസരിക്കുന്നത് ഒരു പോളിസിയോ ഡിപ്ലോമസിയോ ഒന്നുമല്ല. അതൊരു ത്യാഗമാണ്, സഹനമാണ്. കർത്താവിന്റെ സഹനം, ആ എളിമപ്പെടുത്തലാണിത്, വിനയമാണിത്. അങ്ങനെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ചരിത്രം മനസ്സിലാകും, ബൈബിൾ വാക്യം മനസ്സിലാകും, ദൈവശാസ്ത്രം മനസ്സിലാകും. പക്ഷെ നിങ്ങൾ മാമോനെ സേവിക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തെ സേവിക്കാൻ തുടങ്ങണം. ദൈവത്തെ സേവിക്കാൻ തുടങ്ങണമെങ്കിൽ ഈശോ മിശിഹായുടെ ഈ അനുസരണം, മരണത്തോളം കുരിശ് മരണത്തോളമുള്ള അനുസരണത്തിൽ നിങ്ങൾ ചേരണം. അങ്ങനെ എല്ലാം തികഞ്ഞ അനുസരണം എന്ന് പറയുന്ന ആ ബലിയാണ് ഈ വിശുദ്ധ കുർബാന. എല്ലാം തികഞ്ഞ ഈശോ മിശിഹായുടെ എല്ലാം തികഞ്ഞ അനുസരണം, കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായി താഴ്ത്തി. ആ അനുസരണമാണ് പുതിയ മനുഷ്യവംശത്തിന്റെ ബലി. അവന്റെ അനുസരണത്തിലേക്ക് നമ്മുടെ അനുസരണത്തെ നമ്മെ തന്നെ എടുത്തു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ നമ്മുടെ ഈ നിമിഷത്തെ അവന്റെ
അനന്തതയുമായിട്ട് നിത്യത്വവുമായി അവൻ ഒന്നിപ്പിക്കുകയാണ്, സംയോജിപ്പിക്കുകയാണ്. നമ്മുടെ ഈ നിമിഷത്തെ അവന്റെ നിത്യത്വവുമായി ഒന്നിപ്പിക്കുകയാണ്. ഇതാണ് വിശുദ്ധ കുർബാനിൽ സംഭവിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി ഈ പറവൂര് ഫൊറോന പള്ളിയിലുള്ള എല്ലാ അച്ഛന്മാർക്കും വീഡിയോ ഒക്കെ നയിച്ചു കൊടുക്കൂ, അവരോട് കേൾക്കാൻ പറയൂ, എന്നിട്ട് ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ പറയൂ. ഇപ്പം അൽമായർ അച്ഛന്മാരെ പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്. അൽമായർക്ക് അറിവുണ്ട്, അച്ഛന്മാർക്ക് അറിവില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. നമുക്ക് അവർ കുറ്റപ്പെടുത്തണ്ട, പക്ഷെ അവരെ പഠിപ്പിക്കാനുള്ള ചുമതല അതൊരു ആധ്യാത്മിക പുണ്യമാണ്, അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. അതൊരു നമ്മൾ കാരുണ്യപ്രവർത്തികൾ 14 പഠിച്ചിട്ടില്ലേ? അതിലൊന്ന് ആധ്യാത്മികമായ കാരുണ്യപ്രവർത്തികൾ ഒന്നാണ് ഈ അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അറിവില്ലാത്ത വിമത വൈദികരെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.